ഹായ് ഹലോ. ഓഡിബിൾ ആണോ? പറഞ്ഞ ഓഡിബിൾ ആണോ? Yes, sir. Good evening, sir. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. ഞാനൊന്ന് നിസ്കരിക്കായിരുന്നു, അതാ ഡിലേ ചെയ്തത് കേട്ടോ. ഓക്കെ. എവിടെ ബാക്കിയുള്ളവർ എവിടെ? ശിവാനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുബിത ജോയിൻ ചെയ്തില്ലേ? ഇല്ല, മൺഡേ തൊട്ട് ജോയിൻ ചെയ്യാന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ചോദിച്ചു നോക്കി. ഒരു മെസ്സേജ് ഡെലിവേർഡ് ആണ്, സീ ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ, എന്തായാലും നമുക്ക് പോവാം. ഓക്കെ. എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ സംഭവിച്ചത്? എന്താണ് ജോയിൻ ചെയ്യാൻ പറ്റാഞ്ഞ്? സർ, തലകറിഞ്ഞ് ഭയങ്കരമായിട്ട്, അതായത് ബോഡി ഇരിക്കാനുള്ള ഒരു സ്ട്രെങ്ത് ഒന്നും ഉണ്ടായില്ല. ഓക്കെ ഓക്കെ ഓക്കെ. സാറ് പക്ഷെ ടൈം പറഞ്ഞത് 3 മണിയായിരുന്നു. ഞാൻ അപ്പൊ 4 മണിക്ക് ഞാന് അവൈലബിൾ ആയത്, അതായത് ഇവിടെ വീട്ടില് ആ ഒന്ന് ഫ്രീ അത് ആയത്. ഓക്കെ ഓക്കെ സാർ, പക്ഷെ ഞാൻ അതിനനുസരിച്ച് റഷായി. അപ്പൊ റഷായപ്പം തലകറിഞ്ഞ് വീണു. ഓക്കെ പിന്നെ ഓക്കെ എന്നെ ഓക്കെ. കൊണ്ട് പറ്റുന്നില്ല. എനിക്ക് ഇങ്ങനെ മൈൻഡിലുണ്ട് ഇവിടെ ക്ലാസ് നടക്കണ്ടാവും, എന്തോ ഒന്നും എനിക്ക് അറിയണില്ല. അതിനിടയ്ക്ക് ശിവാനി എന്തോ കോള് ട്രൈ ചെയ്തു വാട്സപ്പില്. അതെ പക്ഷെ അതെ നമുക്ക് അതെ അതെ, വാട്സപ്പ് കോൾ ഞാൻ പറഞ്ഞു. എടുക്കാൻ പറ്റൂലല്ലോ, ഇവിടെ ആ. വാട്സപ്പ് കോൾ ഇല്ലല്ലോ. വോട്ടിമ്മ മാത്രല്ലേ ഉള്ളൂ. അപ്പൊ എനിക്ക് അത് അറ്റൻഡ് ചെയ്യാനും ഒന്നും വഴിയില്ല. ഓക്കെ ഓക്കെ ഓക്കെ. നോ ഇഷ്യൂസ്. ഓക്കെ. നിങ്ങൾക്ക് എത്രത്തോളം പെട്ടെന്ന് ക്ലാസ് കംപ്ലീറ്റ് ആവുന്നോ അത്രത്തോളം പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എക്സാം എഴുതാൻ പറ്റും. ഓക്കെ. അപ്പോ മാക്സിമം ഒരു 2 പേരെങ്കിലും മിനിമം ഇല്ലാതെ ക്ലാസ് എടുത്താൽ, അതുകൊണ്ട് പിന്നീട് നിങ്ങളെ ഡൗട്ട് ക്ലിയർ ചെയ്യാനും വേണ്ടിയിട്ട് തന്നെ ഞാൻ വേറൊരു ടൈം അതിനായിട്ട് ഇരിക്കേണ്ടി വരും. ഓക്കെ. അതുകൊണ്ടാണ് ഞാനത് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാഞ്ഞ്. ഓക്കെ. അപ്പോ ഞാൻ അന്ന് നോമ്പെടുത്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞതല്ലേ, അപ്പൊ ആ ഒരു ഇതുള്ളതുകൊണ്ട് ഞാൻ ആ ഒരു ടൈം ആക്കിയത്. Okay. എന്തായാലും മാക്സിമം കഴിയുന്നിടത്തോളം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തന്നെ ശ്രമിക്കുക. ഓക്കെ. അന്ന് ഇവിടെ ചെറിയൊരു പാനിക് മൊമെന്റ് ഉണ്ടായിരുന്നു. നമുക്ക് എഗെയിൻ മിസൈലിന്റെ ത്രെട്ടും ഓക്കെ ഓക്കെ ഉള്ളൊരു ഓക്കെ ഡേ ഓക്കെ. ആയിരുന്നു അന്ന്. നമുക്ക് അലേർട്ട് ഒക്കെ വന്ന്, പിന്നെ നെക്സ്റ്റ് ബിൽഡിങ്ങിൽ ഫയർ, അത് ഫയർ ആക്സിഡന്റ് ആണ്. പക്ഷെ നമ്മള്, ഓക്കെ ഞാനും മോളും മാത്രം. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ അലേർട്ട് ആയിട്ടിരുന്നപ്പോ ഒന്നാകെ കയ്യിന്ന് പോയി, അങ്ങനെ ഫെയിൽഡ് ആയി. ഓക്കെ 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 ഓക്കെ. എന്തായാലും സെറ്റ് ആവാം കേട്ടോ. ഓക്കെ. കുഴപ്പമൊന്നുമില്ല. ഓക്കെ നമുക്ക് എനിക്കതുകൊണ്ടൊരു ബുദ്ധിമുട്ടില്ല, കാരണം നിങ്ങൾക്കാണ് എക്സാം എഴുതാനുള്ളത്. എനിക്ക് ഈ ഒരു ക്ലാസ് എനിക്കതിന് സാർ, ഞാൻ പറയണേ, എന്റെ ഹെൽത്ത് കാരണം ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇല്ലാതാവുമ്പോ സാർ മറ്റുള്ളവരുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്തോളൂ. ഞാനത് റെക്കോർഡിങ്സ് കണ്ടിട്ടാണെങ്കിലും ഓക്കെ, എന്റെ കാരണം കൊണ്ട് വരെ ക്ലാസ് മുടങ്ങാൻ. അല്ല, അന്ന് ആകെ ശിവാനി മാത്രമേ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ. 2 പേര് മിനിമം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കുമായിരുന്നു. ഓക്കെ. അപ്പോ അതുകൊണ്ടാണ് ക്ലാസ് എടുക്കാൻ. പിന്നെ സുബിത കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡിങ്സ് ആണ് കേൾക്കുന്നത്. എന്താണ് അവസ്ഥ എന്നുള്ള ഒരു ഐഡിയ ഇല്ല. ഓക്കെ. അപ്പോ എത്രത്തോളം. ഞാനും നാട്ടിലേക്ക് പോവാണ്. നെക്സ്റ്റ് ട്യൂസ്ഡേ പോവാണ്. ട്യൂസ്ഡേ ഓക്കെ തന്നെ ഓക്കെ ഉണ്ടാവൂല, കാരണം അന്ന് ട്രാവലിംഗ് ആണ്. നാട്ടിൽ പോകുമ്പോ സാർ അറിയാലോ, നമ്മള് പല ഓക്കെ കാര്യങ്ങളിലും എൻഗേജ്ഡ് ആവും, പലയിടത്ത് വിസിറ്റ് ചെയ്യലും കാര്യങ്ങളും. അപ്പൊ ഇതിപ്പോ സുബിതയുടെ കാര്യം പറയുന്ന പോലെ തന്നെ ആയിരിക്കും, ഞാൻ റെക്കോർഡിങ്സിൽ കാണേണ്ടി വരികയും തോന്നുന്നുണ്ട്. 28 ഡേയ്സ് ഓക്കെ നാട്ടില്. ഓക്കെ 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 മാക്സിമം ട്രൈ ചെയ്യും, ക്ലാസ് സ്കിപ്പ് ആവാതെ നോക്കും. ഓക്കെ ഡയറക്റ്റ് തന്നെ കയറുന്ന പോലെ, എനി ചാൻസ്. ഓക്കെ ഓക്കെ ഓക്കെ.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കേണ്ടി വരും. ഓക്കെ ഞാൻ ആ സാർ എടുത്തോളൂ, ക്ലാസ് മുടങ്ങണ്ട, ഓക്കെ നമുക്ക് ഓക്കെ അടുത്ത ഓക്കെ ദിവസം ഓക്കെ അത് കാണാലോ. ഓക്കെ 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 മാക്സിമം എന്തായാലും ക്ലാസ് ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ നോക്കാം. നിങ്ങൾക്ക് ഇതുകൊണ്ട് പല കാര്യങ്ങൾക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. ഓക്കെ കാരണം സുബിത ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡൗട്ടൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കലുണ്ട്. ഓക്കെ ഞാനും അവൈലബിൾ ആകുന്ന സമയത്താണ് ഞാൻ അതിന് റിപ്ലൈ കൊടുക്കല്. ഓക്കെ തീർച്ചയായിട്ടും. ഞാനും ഫ്രീ ആയിട്ടുള്ള സമയങ്ങളിലാണ് റിപ്ലൈ കൊടുക്കല്. ഇപ്പൊ കുറച്ച് ഈ ഒരു ഇതിപ്പോ ജൂൺ ലാസ്റ്റ് ആണ്, ജൂൺ ജൂലൈ ഒക്കെ പുതിയ ബാച്ചുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന കമന്റ്സ് ചെയ്യുന്ന സമയം. ഓക്കെ ഇപ്പൊ നമ്മൾ കുറച്ച് റഷ് ആയിട്ട് ഓടുന്ന സമയം, പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലായിട്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് മാനേജ് ചെയ്ത് പോകുന്ന ഒരു ടൈമാണ്. അപ്പോൾ മാക്സിമം നിങ്ങളും എന്ത് ചെയ്യുക, ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ ഈ ഒരു ക്ലാസ്സിങ് ടൈമിൽ തന്നെ നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുമ്പോൾ പിന്നെ അതെനിക്കൊരു കുറച്ചും കൂടി സുഖമാണ്. ഓക്കെ അപ്പോൾ എന്തായാലും നോക്കുക, മാക്സിമം ആ രീതിയിൽ തന്നെ ട്രൈ ചെയ്ത് പോവുക. ഓക്കെ ഓക്കെ സാർ. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെങ്കിലും നമ്മൾ വർക്കായിട്ട് എന്തെങ്കിലും തന്നിട്ടുണ്ടായിരുന്നോ? യെസ്, എന്തായിരുന്നു? രണ്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. രണ്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻ ആണോ? യെസ്, ഓക്കെ ചെയ്തിട്ടുണ്ടോ? യെസ്. അതിന്റെ ആൻസർ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടെ. സാർ ഞാൻ ചെയ്തിട്ടില്ല. എന്ത് പറ്റി? എന്റെ മൈൻഡില് പുതിയ സബ്ജക്ട് സാർ എടുത്തിട്ടല്ലേ, അപ്പൊ ഇതിൽ ഹോംവർക്കിൽ വെച്ചിട്ട് ഞെട്ടുന്ന രീതി. ഓക്കെ ഓക്കെ നിങ്ങള് ഫസ്റ്റ് ക്ലാസ്സിൽ ഇരുന്ന പോലെയല്ല നിങ്ങളിപ്പോ ഇരിക്കുന്നത്. ഓക്കെ ഇതിപ്പോ മൂന്നാമത്തെ സെക്ഷൻ ഐ തിങ്ക് അല്ലേ? മൂന്നാമത്തെ സെക്ഷൻ ആണ്. ഇനിയും ഒരുപാട് സെക്ഷൻസ് കംപ്ലീറ്റ് ആവുന്നുണ്ട്. ടോട്ടലി ഒരു 12 പേപ്പർ കംപ്ലീറ്റ് ആകുമ്പോഴാണ് സി എം എയുടെ എൻ്റെ സിലബസ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, കവർ ചെയ്യുന്നത്. ഓക്കെ അപ്പോ ഇപ്പൊ തന്നെ പെർഫോമൻസിൽ ഇത്ര വീക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ സാർ ചോദിച്ചപ്പോ ഞാൻ ഹോംവർക്ക് ഒന്നും ഇല്ലാന്ന് പറയുമ്പോ അപ്പോഴും ആരാധന ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ വേഗം മറിച്ചു നോക്കും. മൈൻഡിൽ ഇതില്ല എന്നുള്ള ഓർമ്മ. അല്ല എനിക്കൊരു ക്വസ്റ്റ്യൻ തന്നൊരു ഓർമ്മയുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ ഈ ഒരു ക്വസ്റ്റ്യനും കൂടി കഴിഞ്ഞാൽ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു ക്വസ്റ്റ്യനും കൂടി കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്ക് കയറും എന്നുള്ള രീതിയിലായിരുന്നു. ഓക്കെ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് അയക്കുക. ഓക്കെ ആരാധന കറക്റ്റ് ആണ്, ഗുഡ്. അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസറും കൂടി ഒന്ന് അയക്കുക. ഓക്കെ ആരാധന ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്നും കൂടി ചെയ്ത് നോക്കിയേ, അതിൽ തെറ്റുണ്ട്. ഓക്കെ സെക്കൻഡ് വൺ ഒന്നും കൂടി ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ സർ. ഓക്കെ ഉപശ്ര ആ ഒരു ടൈം കൊണ്ട് രണ്ടും കൂടി ഒന്ന് ചെയ്യാൻ നോക്കുക കേട്ടോ. ഓക്കെ ആരാധനക്ക് പനിയൊക്കെ മാറിയോ? ആരാധന പനി ഒക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു, മാറിയിട്ടുണ്ടോ? കുഴപ്പമില്ല സർ, കോൾഡ് മാറിയിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ
ഓക്കെ, ആരാധന കറക്റ്റ് ആണ്. ഗുഡ്. മുബഷിറ കിട്ടിയിട്ടുണ്ടോ? എന്താ അവസ്ഥ? ഓക്കെ, ഫസ്റ്റത്തെ കറക്റ്റ് ആണ്. രണ്ടാമത്തെ അതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത്. ഈ രണ്ട് ക്വസ്റ്റ്യനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ക്വസ്റ്റ്യനും ഈ രണ്ട് തന്നിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യനും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? പറഞ്ഞേ. സെല്ലിംഗ് പ്രൈസ് ഒന്നില് ഒന്നുമില്ല സെല്ലിംഗ് സെല്ലിംഗ് പ്രൈസ് ആണ്, പ്രൈസിലാണ്, ഒന്നില് സെയിൽസ് ആണ്. സെയിൽസ് ആണ്. ആ, അതെ. ഇപ്പൊ സെയിൽസിലുള്ള അതെ. ഡിഫറൻസ് ഡയറക്റ്റ് ആയിട്ട് കോൺട്രിബ്യൂഷൻ മാർജിൽ എഫക്ട് ചെയ്യും. ഓക്കെ. കോൺട്രിബ്യൂഷൻ എടുക്കാം. സെല്ലിംഗ് പ്രൈസിലുള്ള ഡിഫറൻസ് സെയിൽസ് റവന്യൂവിൽ മാത്രമേ സെയിൽസ് റവന്യൂല് വേരിയബിൾ എഫക്ട് കോസ്റ്റിൽ ചെയ്യുള്ളൂ. ചേഞ്ച് ഇല്ല. ഇല്ല. അതെ. ഓക്കെ. ആ ഒരു ഡിഫറൻസ് ഈ ഒരു രണ്ട് ക്വസ്റ്റ്യനുള്ളൂ. ആ ഒരു ഡിഫറൻസ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ. അപ്പൊ അതൊന്നും കൂടി ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യന് നമ്മൾ ക്ലാസ്സിൽ ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ. നിങ്ങൾക്ക് മുബഷിറിന്റെ ഈ ഒരു ക്വസ്റ്റ്യനും കൂടി ഓക്കെ ആവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യുമല്ലോ കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റെക്കോർഡിങ്സ് കേൾക്കുന്ന ആർക്കെങ്കിലും ഈ ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ. കാരണം നമുക്ക് ടോപ്പിക് ഒരുപാട് ബാക്കിലാണ്. ഓക്കെ. അത് ഇത്രയും പെട്ടെന്ന് തീർക്കേണ്ടതായിട്ടുണ്ട്.
ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്, ജസ്റ്റ് ആൻസർ മാത്രം ഇവിടെ എഴുതി വെക്കാണ്. ഓക്കെ, ഇത് റെക്കോർഡിങ്സ് കാണുന്നവർക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ. ജസ്റ്റ് ഈ ആൻസർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ചെക്ക് ചെയ്യുക. ഇതിന് മുമ്പ് നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഒരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. 1740. ഓക്കെ, 1740 ഇൻക്രിമെന്റൽ എന്താണ്? ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ആണ് കേട്ടോ. ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ഈ 1740 ഡയറക്റ്റ് ആയിട്ട് 9000 ആഡ് ചെയ്തിട്ട് 10,740 ആണ് ഫസ്റ്റത്തെ ആൻസർ വരുന്നത്. അതുപോലെ തന്നെ സെക്കൻഡത്ത് ഫസ്റ്റ് വൺ നെഗറ്റീവ് ഫിഗർ ആണ്, ലോസ് ആണ് വരുന്നത്, ഇൻക്രിമെന്റൽ ലോസ് ആണ് വരുന്നത്. അതുകൊണ്ട് നോട്ട് ആഡ് ചെയ്യില്ല. ഓക്കെ, നോട്ട് ആഡ്. ഓക്കെ, ടോട്ടൽ വരുന്നത് 7,300 ആണ്. ഓക്കെ, അപ്പോൾ ഇത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കട്ടോ, മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്, അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. ഓക്കെ ഓക്കെ അല്ലേ? എഴുതിയിട്ടുണ്ടോ? Yes. ഫിഫ്ത്ത് വൺ. ഓക്കെ, ഇത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇതുവരെ പഠിച്ചതൊക്കെ ഡ്രോപ്പ് എ സെഗ്മെന്റ് ഓഫ് നോട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ആഡ് എ സെഗ്മെന്റ് ഓഫ് നോട്ട്, മേക്ക് ഓർ ബൈയിൽ ലിമിറ്റിംഗ് ഫാക്ടർ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊക്കെ കുറച്ചും കൂടി സിമിലർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ഏതൊക്കെ ഇതുവരെ പഠിച്ചു? ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. പറഞ്ഞേ. Limiting factor, ലിമിറ്റിംഗ് ഫാക്ടർ, make പിന്നെ or buy, മേക്ക് ഓർ ബൈ, drop ഒരു segment, Drop, പിന്നെ add. add. ഓക്കെ, ഇനിയുള്ളതാണ് അക്സെപ്റ്റ് ഓർ റിജക്റ്റ് വൺ ടൈം സ്പെഷ്യൽ ഓർഡർ. ഓക്കെ ഓക്കെ, ഒരു പെട്ടെന്ന് ഒരു സ്പെഷ്യലി ഓർഡർ വരികയാണ്. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ? ഓക്കെ, അതിനെ വൺ ഓഫ് കോൺട്രാക്ട് എന്നും പറയും. ഓക്കെ ഓക്കെ, ഒരു സ്പെഷ്യലി ഓർഡർ ആയിട്ട്, അതായത് നിലവിലുള്ള ഓർഡർ അല്ല, ഒരു സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കമ്പനിയിൽ ഓർഡർ വന്നാൽ അതിന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ള ഡിസിഷനാണ് എവിടെ എടുക്കുന്നത്? അക്സെപ്റ്റ് ഓർ റിജക്റ്റിംഗ് വൺ ടൈം സ്പെഷ്യൽ ഓർഡർ എന്നുള്ള ഇതിൽ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക കേട്ടോ, ശ്രദ്ധിക്കുക. ഒരു എക്സാമ്പിൾ പറയാം. ഓക്കെ, സിനാരിയോ 1 ആണ്, സീൻ 1. ഓക്കെ, നമ്മളൊരു ചപ്പാത്തി കമ്പനി. ഓക്കെ, ഒരു ചപ്പാത്തി കമ്പനി. അതിൽ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മാക്സിമം കപ്പാസിറ്റി 1000 യൂണിറ്റ്സ് ഓഫ് ചപ്പാത്തിയാണ്. ഓക്കെ, 1000 യൂണിറ്റ് ഓഫ് ചപ്പാത്തി. എക്സ്റ്റേണൽ ആയിട്ട് ഡിമാൻഡ് ഉള്ളത്, നിലവിലെ എക്സ്റ്റേണൽ ഡിമാൻഡ് എത്രയാണ്? 600 യൂണിറ്റ്സ് ആണ്. ഓക്കെ, 600 യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഈ റിമൈനിങ് ആയിട്ടുള്ള 400 അതായത് മാക്സിമം കപ്പാസിറ്റിന്ന് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡിമാൻഡ്, എക്സ്റ്റേണൽ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും വിറ്റ് പോകുന്ന യൂണിറ്റ്സ്, റിമൈനിങ് ആയിട്ടുള്ള ഈ 400 യൂണിറ്റ്സ് എന്താണ്? റിമൈനിങ് ആയിട്ടുള്ള ഈ 400 യൂണിറ്റ്സ് എന്താണ്? അൺയൂസ്ഡ് ഓർ എക്സസ് ഓർ സർപ്ലസ് അല്ലെങ്കിൽ ഐഡിൽ കപ്പാസിറ്റി എന്നൊക്കെ പറയാം. ഓക്കെ, അൺയൂസ്ഡ് ആയിട്ടുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ എക്സസ് ആയിട്ടുള്ള, അധികം നമുക്ക് ഡിമാൻഡ് ഇല്ല അതിന്. ഓക്കെ,
അപ്പോൾ ഡിമാൻഡിന്റെ മുകളിലുള്ളതാണെന്നുണ്ടെങ്കിൽ എക്സസ് ആയിട്ടുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ ഐഡിയൽ കപ്പാസിറ്റി, അൺയൂസ്ഡ് കപ്പാസിറ്റി എന്നൊക്കെ പറയാം. ഓക്കെ ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ കറണ്ട് മാർക്കറ്റ് സിറ്റുവേഷൻ. ഓക്കെ, നമ്മളെ ഷോപ്പിൽ ഇത്ര 1000 കപ്പാസിറ്റി 1000 യൂണിറ്റ്സ് ചപ്പാത്തി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എന്തുണ്ട്, മെഷീനറി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡിമാൻഡ് അനുസരിച്ച്, അതായത് കറന്റ്ലി മാർക്കറ്റിലെ ഡിമാൻഡ് അനുസരിച്ചിട്ട് 600 ചപ്പാത്തിക്ക് എന്തുള്ളൂ ഡിമാൻഡ് ഉള്ളൂ. ഓക്കെ, റിമൈനിങ് ആയിട്ടുള്ള യൂണിറ്റ്സ് എന്താണ്, നമുക്ക് എക്സസ് ആയിട്ടുള്ള കപ്പാസിറ്റിയാണ്. ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അതിനുള്ള ഫെസിലിറ്റി നമ്മുടെ അടുത്തുണ്ട്. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഈ ഒരു ചപ്പാത്തിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് 10 വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 4. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ് എത്ര, 6 അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് നമ്മൾ 500 ആണ്. ഓക്കെ, ഒരു 500 ഇടാം. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളുടെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ എത്ര, നമ്മളുടെ പ്രോഫിറ്റ് എത്ര, ജസ്റ്റ് അതൊന്ന് പറഞ്ഞു. ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 600 യൂണിറ്റ്സിനല്ലേ നമുക്ക് കപ്പാസിറ്റി ഉള്ളത്, അതായത് ഡിമാൻഡ് ഉള്ളത്. ഓക്കെ, അപ്പോൾ എന്ത് ഡിമാൻഡ് വരും? ഓക്കെ, ഡിമാൻഡ് അനുസരിച്ചിട്ടാണ് 600 യൂണിറ്റ്സ്, 6 ഇൻറ്റു 600 3600 അല്ലേ വരുന്നത്. അതിൽ നിന്ന് നമ്മളുടെ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ആയിട്ടുള്ള 500 കുറക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് എത്ര കിട്ടും? 3100. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോഫിറ്റ്. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് എഴുതിയെന്നുള്ളൂ. ഓക്കെ ഓക്കെ ഇങ്ങനെയാണ് നമ്മളുടെ കറന്റ്ലി നമ്മളുടെ ഒരു ചപ്പാത്തി കമ്പനിയുടെ ഒരു സിനാരിയോ വരുന്നത്. ഓക്കെ, നിലവിലുള്ള ഒരു സിനാരിയോ വരുന്നത്. ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങളായിരുന്നു അൺയൂസ്ഡ് ആയിട്ടുള്ള കപ്പാസിറ്റി. അതായത് ഈ അൺയൂസ്ഡ് കപ്പാസിറ്റി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആരെങ്കിലും ചോദിച്ചു വന്നാൽ, അഡീഷണൽ ആയിട്ട് ആരെങ്കിലും ചോദിച്ചു വന്നാൽ അതിനുള്ള എക്സ്റ്റേണൽ കപ്പാസിറ്റി, എക്സസ് കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, എക്സസ് കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ ഓക്കെ ഇനി ഒരാള് നമ്മളുടെ ചപ്പാത്തി കമ്പനിയിൽ വരികയാണ്. ജസ്റ്റ് അലി എന്ന് പേര് കൊടുത്തു. ഓക്കെ, അലി എന്ന് പറഞ്ഞ ഒരാള് ചപ്പാത്തി കമ്പനിയിൽ വന്നിട്ട് അയാൾ ചോദിക്കാണ്, അർജന്റായിട്ട് ഒരു 300 ചപ്പാത്തി വേണം. ഓക്കെ, 300 ചപ്പാത്തി വേണം. ഓക്കെ, ഈ 300 ചപ്പാത്തി നോർമലി അത്രയും ചപ്പാത്തി ആരും മേടിക്കാറില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇത്രയും ബൾക്കായിട്ട് മേടിക്കുന്നത് കൊണ്ട് അലി പറഞ്ഞു എനിക്കൊരു സ്പെഷ്യൽ പ്രൈസിന് വേണം. ഓക്കെ, നോർമലി കൊടുക്കുന്ന 10 രൂപക്ക് അല്ലാതെ എനിക്കൊരു സ്പെഷ്യൽ പ്രൈസ്, ഇത്രയും ക്വാണ്ടിറ്റി മേടിക്കല്ലേ. ഓക്കെ, നമുക്കിതെന്താണ് ഒരു അഡീഷണൽ ആയിട്ടുള്ള ഓർഡറാണ്. നോർമലി എക്സ്റ്റേണൽ ഡിമാൻഡ് എത്രയുണ്ട്, 600 ചപ്പാത്തി ഉണ്ട്, 600 ചപ്പാത്തിക്കുള്ള ഒരു ഡിമാൻഡ് ഉണ്ട്. ഓക്കെ, ഇയാൾക്ക് വേണ്ടത് 300 ചപ്പാത്തിയാണ്. നമ്മുടെ അടുത്ത് എക്സസ് കപ്പാസിറ്റി ഉണ്ടോ? എക്സസ് കപ്പാസിറ്റി ഇല്ലേ? 300 ചപ്പാത്തി ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ അടുത്ത് ഓൾറെഡി ഉണ്ട്. നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ അലിയുടെ ഓർഡർ എന്ത് ചെയ്യാം, സ്വീകരിക്കാം. കാരണം എന്താ, നമ്മുടെ അടുത്ത് എക്സസ് ആയിട്ടുള്ള അൺയൂസ് ചെയ്തിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ 300 ചപ്പാത്തി പറഞ്ഞു. ഓക്കെ, അലി പറയാണ് എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള പ്രൈസിൽ വേണം, സ്പെഷ്യൽ പ്രൈസ് ആയിട്ട്, സ്പെഷ്യൽ SP ആയിട്ട് ഒരു യൂണിറ്റിന് 5.5, ഓക്കെ 5.5 രൂപക്ക് എന്ത് വേണം, ഒരു ചപ്പാത്തി കിട്ടുന്ന രൂപത്തിൽ വേണം. ഓക്കെ ഓക്കെ നമ്മളുടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിൽ അഡീഷണൽ ആയിട്ട് വരുന്ന എന്തെങ്കിലും കോസ്റ്റ് എന്താ, അഡീഷണൽ ആയിട്ട് ഈ ഒരു 300 യൂണിറ്റ് ഉണ്ടാക്കാൻ വരുന്ന കോസ്റ്റ് എന്താ, അഡീഷണൽ കോസ്റ്റ് ടു മേക്ക് ദീസ് 300 യൂണിറ്റ്സ് എന്താ, 1200.
എങ്ങനെ അല്ല എന്തൊക്കെ കോസ്റ്റ് വരാം പെർ യൂണിറ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വേരിയബിൾ കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് ആയിട്ടുള്ള എത്രയാണ് വേരിയബിൾ കോസ്റ്റ് എത്ര 300 ഫോർ 4 ഫോർ പെർ യൂണിറ്റ് 300 യൂണിറ്റ്സിനുള്ളതാണ് ടോട്ടൽ വരിക. ഓക്കെ, അപ്പോൾ അതെന്താണ് 4 യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ പ്രോഫിറ്റബിൾ ആണോ? ഇയാൾക്ക് അലി പറയുന്ന 300 ചപ്പാത്തി 5.5 രൂപ സ്പെഷ്യൽ പ്രൈസ് ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റബിൾ ആണോ അല്ലയോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പറ. സർ ഇൻക്രിമെന്റൽ ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവും. അഡീഷൻ ഇൻക്രിമെന്റൽ ഫിക്സഡ് കോസ്റ്റ് അഡീഷണൽ ഇൻക്രിമെന്റൽ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ നേരത്തെ കേസിൽ പറഞ്ഞ പോലെ അല്ല, ഫിക്സഡ് കോസ്റ്റ് ഇപ്പൊ സെയിം ഈ ഒരു സിനാരിയോയില് ഇത്രേ ഉള്ളൂ, ഇത്ര ഡീറ്റെയിൽ ഉള്ളൂ. ഓക്കെ, അഡീഷണൽ ആയിട്ട് വരുന്ന കോസ്റ്റ് മുബഷിറിന്റെ പറഞ്ഞു, അഡീഷണൽ ആയിട്ട് വേറെ കോസ്റ്റ് ഒന്നും ഇല്ല, വേരിയബിൾ കോസ്റ്റ് തന്നെ ഉള്ളൂ. അപ്പോൾ ആ ഒരു സിനാരിയോയിൽ പോട്ടെ. ഓക്കെ, അഡീഷണൽ ആയിട്ട് വേറെ ഒരു കോസ്റ്റും വരുന്നില്ല. വേരിയബിൾ കോസ്റ്റ് ആയിട്ടുള്ള ഓരോ യൂണിറ്റിന് 4 രൂപ നോർമലി ഉണ്ടാകുന്ന 4 രൂപ തന്നെ ഉള്ളൂ. ഓക്കെ, അല്ലാതെ വേറെ ഒരു കോസ്റ്റ് വരുന്നില്ല. ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ചോദ്യം, അലിന്റെ ഓർഡർ നമ്മൾ എടുക്കോ ഇല്ലയോ? ഓക്കെ, എടുത്താൽ നമുക്ക് എത്ര രൂപ പ്രോഫിറ്റ് ഉണ്ടാവും? ഓക്കെ, ഒന്ന് നോക്കിയേ. കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ് 1.5. എങ്ങനെ? കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ് 1.5 1.5 ഉണ്ടാവും. അതെങ്ങനെ കിട്ടിയേ? സ്പെഷ്യൽ പ്രൈസിൽ സ്പെഷ്യൽ പ്രൈസിൽ മൈനസ് വേരിയബിൾ കോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, പറ. എന്തൊരു കൺഫ്യൂഷൻ പറയുന്നതിൽ, പറഞ്ഞോളൂ. പറഞ്ഞോളൂ. 1.5 പെർ യൂണിറ്റ് കോൺട്രിബ്യൂഷൻ മാർജിൻ കിട്ടുന്നു. 1.5 പെർ യൂണിറ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അഡീഷണൽ ആയിട്ട് വരുന്നത്. ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിനാരിയോയില് നമുക്ക് നമ്മളോട് പറഞ്ഞിട്ടില്ല അഡീഷണൽ ആയിട്ട് നമുക്കൊരു ഫിക്സഡ് കോസ്റ്റ് വരുമെന്നോ ഒന്നും ഈ ഒരു സിനാരിയോയില് നമ്മളോട് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഉള്ള ഫിക്സഡ് കോസ്റ്റിൽ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് നമ്മളെ ഇതും കൂടി വരുന്നത്. അപ്പോൾ അഡീഷണൽ ആയിട്ട് ഈ ഒരു 300 യൂണിറ്റ്സ് അക്സെപ്റ്റ് ചെയ്താലും റിജക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും 500 ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് നമുക്ക് എന്തായാലും കൊടുക്കണം. ഓക്കെ, അപ്പൊ അത് ഈ ഒരു ഓർഡർ അക്സെപ്റ്റ് ചെയ്യുന്നതിനെ ബാധിക്കുന്നതാണോ? അല്ല. ഓക്കെ, ഇവിടെ ഈ ഓർഡർ അക്സെപ്റ്റ് ചെയ്യുന്നതിൽ ബാധിക്കുന്നത് എന്താണ്? ഈ ഒരു സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, ഇതും പിന്നെ ഈ വേരിയബിൾ കോസ്റ്റും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് കമ്പയർ ചെയ്യേണ്ടത്? ഇവിടെ ഈ ഒരു സെല്ലിംഗ് പ്രൈസ് നമ്മളെ വേരിയബിൾ കോസ്റ്റിനേക്കാളും കൂടുതലാണോ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കേണ്ടത്. ഓക്കെ, വേരിയബിൾ കോസ്റ്റിനേക്കാളും, അതായത് വേരിയബിൾ കോസ്റ്റ് എന്താണ്? അപ്പോൾ ഇവിടെ വേരിയബിൾ കോസ്റ്റ് എന്താണ്? മിനിമം അതെങ്കിലും കിട്ടണം. ഓക്കെ, അപ്പോഴേ നമുക്ക് എന്താ ഉള്ളൂ വേരിയബിൾ നോ കോസ്റ്റിന്റെ സെയിം, അതായത് 4 വരെ ആണെങ്കിലും നമുക്ക് അക്സെപ്റ്റിംഗ് ക്രൈറ്റീരിയ നമുക്ക് ആണ്. അക്സെപ്റ്റ് ചെയ്യാം. 4 ഓക്കെ, കാരണം ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേരിയബിൾ കോസ്റ്റിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അയാൾ ആ ഒരു കസ്റ്റമർ പിന്നെയും വരികയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അതെന്താണ് ഫ്യൂച്ചറിൽ അതൊരു പ്രോഫിറ്റബിൾ ആവും. ഓക്കെ, ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മളുടെ മിനിമം നമുക്ക് ഇവിടെ എത്ര കൊടുക്കാം? മിനിമം സെല്ലിംഗ് പ്രൈസ് ആയിട്ട് എത്ര കൊടുക്കാം? മിനിമം സെല്ലിംഗ് 4 പ്രൈസ് എന്താണ്? മിനിമം സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഓക്കെ, ഈ ഒരു സിനാരിയോയില് നമ്മളുടെ ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് എന്താണ്? ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് എന്താണ്? നമ്മളുടെ സ്പെഷ്യൽ എസ് പി മൈനസ് മിനിമം സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു മിനിമം സെല്ലിംഗ് പ്രൈസ് ഇൻറ്റു ഓർഡേർഡ് യൂണിറ്റ്സ്. ഓക്കെ, അതായത് സ്പെഷ്യൽ ഓർഡറിന്റെ യൂണിറ്റ്സ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇൻക്രിമെന്റൽ
പ്രോഫിറ്റ് ഓർ ലോസ്. ഓക്കെ, ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ് എന്നുള്ളത് കിട്ടും. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ഇക്വേഷൻ ആയിട്ട് നമ്മൾ എഴുതിയതാണ്. ഓക്കെ, വെറും യൂണിറ്റ്സ് അല്ല, ഓർഡേർഡ് യൂണിറ്റ്സ് കേട്ടോ, ഓർഡേർഡ് യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ്. അതായത് മുബഷിറ പറഞ്ഞിട്ടുള്ള ഡിഫറൻസ് ആണ് എന്ത്? 1.5 എവിടുന്ന് കിട്ടിയതാ? 5.5 മൈനസ് 4 ഇൻറ്റു എത്ര യൂണിറ്റ്സ് ആണ്? 300 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? അത് നോക്കിയേ, എത്ര കിട്ടുന്നു? 450. 450 ആണോ കിട്ടുന്നത്? എന്താ? ഓക്കെ, 450. ഓക്കെ, ഓക്കെ, അത്രയാണ് എന്ത്? നമ്മളുടെ ഇൻക്രിമെന്റൽ പ്രോഫിറ്റ്. ഓക്കെ, ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഇഫ് വി അക്സെപ്റ്റ് ദിസ് സ്പെഷ്യൽ ഓർഡർ. സ്പെഷ്യൽ ഓർഡർ അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അപ്പോ ഇവിടുന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കി? നമുക്ക് മാക്സിമം എത്ര വരെ കുറച്ചു കൊടുക്കാം? നമ്മളുടെ വേരിയബിൾ കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് വരെ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് കൊടുക്കാം. ഇനിയിപ്പോ നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഫിക്സ്ഡ് കോസ്റ്റ് വരികയാണ് എന്നുണ്ടെങ്കിൽ അത് ഒരു യൂണിറ്റിന് എത്ര വരും എന്നുള്ളത് നോക്കിയിട്ട് അതും കൂടി ഈ വേരിയബിൾ കോസ്റ്റിൽ ആഡ് ചെയ്തിട്ട് അതുവരെ നമുക്ക് കുറച്ച് കൊടുക്കാം. സിമ്പിൾ ലോജിക്കാണ്. ഓക്കെ, സിമ്പിൾ ലോജിക്കാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്പെഷ്യൽ ഓർഡറുകൾ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ, നിലവിൽ നമ്മളുടെ പ്രോഫിറ്റ് എത്രയായിരുന്നു? 3100 ആയിരുന്നു. ഓക്കെ, അതിലോട്ട് നമ്മൾ ഈ 450 കൂടി ആഡ് ചെയ്തിട്ട് നമ്മളുടെ അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കമ്പനിയുടെ ടോട്ടൽ പ്രോഫിറ്റ് എന്താവും? 3550 എന്നുള്ള 3100 പ്ലസ് 450 ആവും. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച്. ഫസ്റ്റ് ഈ ഒരു സിനാരിയോ എന്നുള്ളത് എക്സാമ്പിൾ ആയിട്ട് സീൻ 1 എന്നുള്ളത് എഴുതി വെക്കുക. ചപ്പാത്തി കമ്പനിയുടെ കേസാണ്. മാക്സിമം കപ്പാസിറ്റി 1000 യൂണിറ്റ്സ് ആണ്. എക്സ്റ്റേണൽ ആയിട്ട് ഡിമാൻഡ് 600 യൂണിറ്റ്സ് ആണ്. റിമൈനിങ് ആയിട്ടുള്ള എക്സസ് ആയിട്ടുള്ള അൺയൂസ്ഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഐഡിയൽ കപ്പാസിറ്റി എന്നൊക്കെ പറയുന്ന നമുക്ക് വേണമെങ്കിൽ അത്രയും ഇപ്പോൾ നമുക്ക് അലി എന്ന് പറയുന്ന ഒരാള് ഒരു 600 യൂണിറ്റ്സ് അല്ലെങ്കിൽ ഒരു 500 യൂണിറ്റ്സ് ആണ് ഓർഡർ തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റുമോ? കപ്പാസിറ്റി 1000 ഉള്ളൂ, സോ നമുക്കത് ഓർഡർ എടുക്കാൻ പറ്റില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു കേസ് നമ്മൾ എന്ത് ചെയ്യും? വരും, ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, ആ ഒരു സിനാരിയോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണല്ലോ ഫെസിലിറ്റി കൂട്ടേണ്ടി വരിക. ഓക്കെ, അപ്പോഴാണ് ഫിക്സ്ഡ് കോസ്റ്റ് എന്തായിട്ട് വരിക? അഡീഷണൽ ആയിട്ട് വരിക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇതൊന്ന് എഴുതിയെടുക്കുക. ഇത് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ അടിയിൽ കുറച്ച് കാര്യങ്ങളും കൂടി എഴുതാനുണ്ട്. അതായത് പ്രോഫിറ്റ് ആഫ്റ്റർ അക്സെപ്റ്റിംഗ് 3100 പ്ലസ് 450 എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതൂലേ? ഓക്കെ, പ്രോഫിറ്റ് ആഫ്റ്റർ അക്സെപ്റ്റിംഗ്. ഓക്കെ, അതുപോലെ തന്നെ അക്സെപ്റ്റിംഗ് ദ വൺ ടൈം സ്പെഷ്യൽ ഓർഡർ. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, അതായത് ഇത് എഴുതിയതിന്റെ ശേഷം therefore ഈ അലി അല്ല, we are accepting Ali's order. Okay, and after accepting the order, the total profit of this company is equal to 3100 plus 450 gives 3550. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. ഓക്കെ, അന്ന് എഴുതി വെച്ചിട്ട് എന്ത് ചെയ്യാം? അൺമ്യൂട്ട് ചെയ്ത് പറയാട്ടോ.
കഴിഞ്ഞു സർ. രണ്ടുപേരും കഴിഞ്ഞിട്ടുണ്ടോ? ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുള്ള സെന്റൻസും കൂടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ യെസ് സർ. ഓക്കെ. ഇനി അടുത്തൊരു സിറ്റുവേഷൻ. ഓക്കെ, അടുത്തൊരു സിറ്റുവേഷൻ ആണ് ഇതിൽ തന്നെ ബി. ഓക്കെ, ഇതിൽ തന്നെ ബി ആയിട്ട് ഇഫ് സ്പെഷ്യൽ SP was 3.75 per chapati. Calculate a incremental profit or loss. Profit or loss if accepted. Accept ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ incremental profit ആണോ അല്ലയോ? B. Total profit after accepting. After accepting. C. Accept or reject. ഈ ഒരു 3 കാര്യം ഒന്ന് ഫൈൻഡ് ചെയ്ത്. നമ്മൾ ഓൾറെഡി ഈ ഒരു കാര്യം പറഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾ നോട്ടിൽ പ്രോപ്പറായിട്ട് എഴുതുക. നമുക്ക് മിനിമം എത്ര വരെ പോകാൻ പറ്റുള്ളൂ? ആ ഒരു ഓർഡർ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം വേരിയബിൾ കോസ്റ്റ് ആയിട്ടുള്ള 4 വരെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അതിന് അഡീഷണൽ ആയിട്ട് ആവശ്യമായിട്ടുള്ള വേറെ എന്തെങ്കിലും കോസ്റ്റ് ഉണ്ടെങ്കിൽ അതുവരെ, അതിന്റെ പെർ യൂണിറ്റ് എടുത്തിട്ട് അതുവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കുറക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഈ സിനാരിയോ ഒക്കെ എപ്പോഴാണ്? നമ്മളെ അടുത്ത് നമ്മളുടെ കമ്പനിക്ക് എക്സസ് ആയിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, ഓൾറെഡി എക്സസ് ആയിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് വേരിയബിൾ കോസ്റ്റ് വരെയാണ് എന്ത് നമുക്ക് പോവാൻ പറ്റുന്നത്. ഓക്കെ, മിനിമം, ഏറ്റവും മിനിമം. ഓക്കെ, അതിൽ താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താവും, ഇൻക്രിമെന്റൽ ലോസ് ആയിരിക്കും. അപ്പൊ അതെന്താവും, നമ്മൾ ഈ സ്പെഷ്യൽ ഓർഡർ റിജക്റ്റ് ചെയ്യും. അതാണ് ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഒരു സിനാരിയോ. ഓക്കെ, സർ ഇവിടെ ഓർഡേർഡ് യൂണിറ്റ്സ് 300 അല്ലേ? സിമിലർ തന്നെ, സിമിലർ ക്വസ്റ്റ്യൻ തന്നെ. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ആ ഡിഫറൻസ് മനസ്സിലാക്കി തരാനും വേണ്ടിയിട്ടാണ്. ഓക്കെ, ജസ്റ്റ് അതിന്റെ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. എന്തായി? ഓക്കെ, കറക്റ്റ്, ഗുഡ്. സർ ഇതിന്റെ അക്സെപ്റ്റിംഗ് ഓർ റിജക്റ്റിംഗ് അത് പറഞ്ഞുതരാം. അതെങ്ങനെ? ഇത് ഈ ഒരു ഇപ്പൊ തന്നിട്ടുള്ളത് ഒന്ന് എഴുതിയിട്ട് അതിന്റെ അടിയിൽ എഴുതാം. ഓക്കെ, എന്നിട്ട് അടുത്ത സിനാരിയോയിലോട്ട് പോവുള്ളൂ. ആരാധന എഴുതിയിട്ടുണ്ടോ? യെസ് സർ. ഒരു മിനിറ്റ് ടൈപ്പ്. ഓക്കെ, ഓക്കെ, കറക്റ്റ്. ഓക്കെ, ഗുഡ്. അപ്പോ ഇതൊന്ന് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ 3.75 ആണ്. അപ്പോൾ നമ്മളുടെ മിനിമം SP എത്രയായിരുന്നു? മിനിമം നമുക്ക് ഏതുവരെ SP പോകാൻ പറ്റുമായിരുന്നു? മിനിമം SP ആയിട്ടുള്ളത് നമുക്ക് എത്രയായിരുന്നു? മിനിമം SP ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളെ വേരിയബിൾ കോസ്റ്റ് ആയിട്ടുള്ള 4 ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇവിടെ നമുക്ക് സ്പെഷ്യൽ പ്രൈസ് ആയിട്ട് എത്ര തന്നിട്ടുള്ളത്? സ്പെഷ്യൽ പ്രൈസ് എത്ര തന്നിട്ടുള്ളത്? 3.75 ആയിരുന്നു.
ഓക്കെ, അത് നമ്മളുടെ മിനിമം എസ്പിനേക്കാളും എന്താണ്, കുറവാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്ത്, ഇത് അക്സെപ്റ്റ് ചെയ്യൂല എന്നുള്ളത്. ഓക്കെ, ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ് ഇഫ് വി അക്സെപ്റ്റ്. അപ്പോൾ ഇവിടെ വരുന്നത് എത്രയായിരുന്നു? അതുപോലെ തന്നെ ഇവിടെ എത്ര യൂണിറ്റ്സാ എന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇൻറ്റു ഓർഡേർഡ് യൂണിറ്റ്സ് അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാം. അപ്പോൾ ഇൻക്രിമെൻ്റൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് കിട്ടും. ഓക്കെ, ഇൻറ്റു ഓർഡേർഡ് യൂണിറ്റ്സ്. ഓക്കെ, ഓർഡേർഡ് യൂണിറ്റ്സ് ആയിട്ടുള്ളത് എത്രയാണ്? 300 യൂണിറ്റ്സ് അല്ലേ, സിമിലർ ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, -75 ഇൻക്രിമെന്റൽ ലോസ് ആണ് എന്നുള്ളത് കിട്ടും. നമ്മൾ എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും. ഓക്കെ, റിജക്റ്റ് ചെയ്യും. 3100 -75 = 3025. ഇതാണ് പ്രോഫിറ്റ് ലോസ് ആഫ്റ്റർ, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ എന്ത് ചെയ്യുക, പ്രോഫിറ്റ് ആഫ്റ്റർ അക്സെപ്റ്റിംഗ് ദ ഓർഡർ അക്സെപ്റ്റ് ചെയ്താൽ ഈ ഒരു രീതിയിൽ വരും. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു നേരത്തെ മുബഷിറ ചോദിച്ചിട്ടുള്ള ക്രൈറ്റീരിയ, സ്പെഷ്യൽ SP ഗ്രേറ്റർ ദാൻ മിനിമം SP gives accept special SP less than minimum SP reject. ഓക്കെ, ഇതാണ് ഇതിൻ്റെ accept or reject ക്രൈറ്റീരിയ. ഓക്കെ, എഴുതിയിട്ടുണ്ടോ? യെസ്. എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ. ഇനി സീൻ 2. ഓക്കെ, അതിൽ എഡിറ്റ് വരുന്ന പോർഷൻസ് ആണ് ഇവിടെ എഴുതുന്നത്. അതായത് നിലവിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, എഡിറ്റ് വരുന്ന പോർഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ എഴുതുന്നത്. ഓക്കെ, if external demand is 1000 units, നമ്മളുടെ നിലവിലുള്ള മാക്സിമം കപ്പാസിറ്റി എത്ര? 1000 യൂണിറ്റ്സ്. ഓക്കെ, എക്സ്റ്റേണൽ ഡിമാൻഡും നമുക്ക് എന്ത് കിട്ടി? 1000 യൂണിറ്റ്സ് തന്നെ. ഓക്കെ, നിലവിൽ നമ്മളുടെ ചപ്പാത്തിക്ക് എക്സ്റ്റേണലി ഡിമാൻഡ് എത്ര ഉണ്ട്? 1000 ഉണ്ട്. ഓക്കെ, സ്പെഷ്യൽ ഓർഡർ 300 യൂണിറ്റ്സ് അറ്റ് സ്പെഷ്യൽ പ്രൈസ്, സ്പെഷ്യൽ SP 8. നേരത്തെ പറഞ്ഞിട്ടുള്ള 3 സാധനം ഫൈൻഡ് ചെയ്യുക. കാൽക്കുലേറ്റ് ഓക്കെ, കാൽക്കുലേറ്റ് ABC കൊടുത്തിട്ടുള്ള ABC കാൽക്കുലേറ്റ് ചെയ്യും. ഒന്ന് ചെയ്ത് നോക്കിയേ. സാർ, ഇങ്ങനൊരു കേസ് വരുമ്പോ നമുക്ക് എക്സ്റ്റേണൽ കൊടുക്കുന്ന സെല്ലിംഗ് പ്രൈസ് കൂടുതലല്ലേ, 10 അല്ലേ? അപ്പൊ നമ്മള് ഇത് ഈ ഒരു സംഭവം കൺസിഡർ ചെയ്യുമോ, സ്പെഷ്യൽ ഓർഡർ? എന്താണ് മുബഷിറക്ക് എന്താ തോന്നുന്നത്? മുബഷിർ ആക്ച്വലി ഇങ്ങനെ ഒരു നമ്മൾ ഷോപ്പിൽ 1000 യൂണിറ്റ്സ് വർക്ക് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ, മുബഷിറിന്റെ ഒരു ചപ്പാത്തി കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ, മുബഷിർ എന്തായിരിക്കും ഡിസിഷൻ എടുക്കുക? എത്ര പ്രൈസിനായിരിക്കും മുബഷിറ മിനിമം പ്രൈസ് ആയിട്ട് കാണാം? ഏത് പ്രൈസിനെ മിനിമം സെല്ലിംഗ് പ്രൈസ് ആയിട്ട് കാണാം? അഡീഷണൽ ഓർഡർ കൺസിഡർ ചെയ്യും, കാരണം പുതിയ ഓക്കെ, ഓർഡർ കൺസിഡർ സ്പെഷ്യൽ ചെയ്യാം. 1. ഓക്കെ, അതായത് ഈ ഒരു അത് കൺസിഡർ അതായത് ആ ഓർഡർ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ
മനസ്സിലാക്കാനും വേണ്ടിയിട്ട് അനലൈസ് ചെയ്യാണല്ലോ. ഓക്കെ, മുബഷിറ അനലൈസിങ് സ്റ്റേജിലാണ്. ഇങ്ങനെ ഒരു ഓർഡർ വന്നു, ഇപ്പൊ മുബഷിറക്ക് ഒരാൾ വിളിച്ചിട്ടു, അലി എന്ന് പറയുന്ന ഒരാൾ വിളിച്ചിട്ട് മുബഷിറോട് ചോദിക്കുകയാണ്, ഇത്രയും ചപ്പാത്തി വേണം, എത്ര പ്രൈസിനകത്ത് നിങ്ങൾക്ക് തരാൻ പറ്റുക? നമ്മൾ മാക്സിമം 8 രൂപ വരെ നമ്മൾ മുടക്കാൻ തയ്യാറാണ് ഒരു ചപ്പാത്തിക്ക്, നിങ്ങൾ എത്ര പ്രൈസിനാണ് നിങ്ങൾക്ക് തരാൻ പറ്റുക എന്നുള്ളത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും മുബഷിറയുടെ മറുപടി? മുബഷിർ എത്രയായിരിക്കും മിനിമം സെല്ലിംഗ് പ്രൈസ് ആയിട്ട് കാണാം? അല്ലെങ്കിൽ ആരാധന എത്രയായിരിക്കും മിനിമം സെല്ലിംഗ് പ്രൈസ് ആയിട്ട് കാണാം? ഈ എക്സ്റ്റേണൽ ഡിമാൻഡ് ഇവിടെ നമ്മുടെ മാക്സിമം കപ്പാസിറ്റി ഫുൾഫിൽ ചെയ്യല്ലേ, അപ്പൊ അതെ, നമ്മൾ സ്പെഷ്യൽ ഓർഡർ അതെങ്ങനെ കൺസിഡർ ചെയ്യുന്നു സർ? അതിന്റെ ഒരു കേസ്, കാരണം നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും എക്സ്റ്റേണൽ ഡിമാൻഡിൽ, എക്സ്റ്റേണൽ ഡിമാൻഡിൽ അല്ലെങ്കിൽ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാന്നുള്ളതിലേക്കാണോ? കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇപ്പൊ ഈ എഡിറ്റിലൊന്നും എവിടെ പറയുന്നില്ലല്ലോ. ഈ ഒരു ഓർഡറിന് വേണ്ടിയിട്ട് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതായത് അത് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവാം? ഒന്നെങ്കിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ്, അഡീഷണൽ ആയിട്ട് ഫിക്സ്ഡ് കോസ്റ്റ് എന്തെങ്കിലും വരും. ഓക്കെ, അപ്പോഴേ നമുക്ക് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്തു നമ്മൾ പറയുള്ളൂ. ഓക്കെ, എന്നിടത്തോളം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാക്സിമം കപ്പാസിറ്റി ഓൾറെഡി മീറ്റ് ചെയ്യല്ലേ എക്സ്റ്റേണൽ ഡിമാൻഡിന്? മാക്സിമം കപ്പാസിറ്റി മീറ്റ് ചെയ്യാണ്. സ്പെഷ്യൽ ഓർഡർ നമ്മൾ എക്സ്റ്റേണൽ ഡിമാൻഡിന്റെ പ്രൈസിനേക്കാളും കുറഞ്ഞിട്ടല്ലേ ഇത് കൊടുക്കുന്നത് സ്പെഷ്യൽ പ്രൈസ്? അപ്പോൾ എന്തായിരിക്കും എന്റെ ചോദ്യം? എന്താണ് ഇവിടെ ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളതല്ല ഞാനിപ്പോ ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കും മുബഷിറയുടെ മിനിമം സെല്ലിംഗ് പ്രൈസ് എന്നുള്ളതാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ നേരത്തെ എക്സ്റ്റേണൽ ഡിമാൻഡിന്റെ മിനിമം പ്രൈസ് 10 തന്നെ ആയിരിക്കും. 10 തന്നെ ആയിരിക്കും. എക്സ്റ്റേണൽ ഡിമാൻഡിന്റെ 10 ആയിരിക്കും, കാരണം അതിനകത്ത് നമ്മുടെ മാക്സിമം കപ്പാസിറ്റി ഫുൾഫിൽ ആവുന്നുണ്ട്. ഓക്കെ, ഇതും 10 നമുക്ക് മിനിമം ക്രൈറ്റീരിയ വെക്കാം. ഓക്കെ. എന്താണ് ആരാധന എന്തോ പറയാനുണ്ട്? ആരാധന പറഞ്ഞ എന്താണ് ആരാധനയുടെ ഞാന് ഒരു ഒപ്പീനിയൻ? 10 ആണ് പറഞ്ഞത്. പക്ഷെ സർ എക്സ്റ്റേണൽ ഡിമാൻഡ് 1000 പറയുമ്പോ മാക്സിമം കപ്പാസിറ്റി 1000 യൂണിറ്റ് തന്നെയല്ലേ? മാക്സിമം 1000 യൂണിറ്റ് തന്നെ. മാക്സിമം. അതെ, അപ്പൊ അവിടെ എന്താ സർപ്ലസ് ഉണ്ടാവില്ലല്ലോ? സർപ്ലസ് ഇല്ല, 0 യൂണിറ്റ് ആണ് സർപ്ലസ്. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എന്താണ് ആരാധന എന്താ ചെയ്യാ? ഞാനുള്ള ഇതില് സെല്ലിംഗ് പ്രൈസ് വെച്ചിട്ട് കൊടുക്കും. ഉള്ള സെല്ലിംഗ് പ്രൈസ് വെച്ചിട്ട് കൊടുക്കും. ഓക്കെ, കറക്റ്റ് ആണ്. ഇതില് മിനിമം പ്രൈസ് മുബഷിറ നേരത്തെ പറഞ്ഞത് കറക്റ്റ് ആണ്. ഓക്കെ, ഞാൻ ആരാധനക്ക് പറയാൻ വേണ്ടിട്ടൊരു ടൈം കൊടുത്താണ്. മുബഷിറ ഡൗട്ട് ചോദിച്ചോളൂ. ഓക്കെ, അല്ല, നമ്മൾ നേരത്തെ ക്രൈറ്റീരിയ സാർ എഴുതുന്നില്ല അതിനകത്ത് മിനിമം പ്രൈസ് നമ്മൾ ഗ്രേറ്റർ ഓർ ലെസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു ഫുൾ ആയിട്ടുള്ള ഒരു കപ്പാസിറ്റിക്ക് ഡിമാൻഡ് ഉണ്ടാവുമ്പോൾ 10 തന്നെയാണ് നമ്മൾ മിനിമം പ്രൈസ് വെക്കുകയാണെങ്കിൽ ഇത് നമ്മൾ റിജക്ട് എന്നുള്ള ഇതിലേക്ക് പോകും. അതെ, ഓക്കെ, അതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, അതായത് നമ്മൾ ഫുൾ കപ്പാസിറ്റിയിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ വേറെ അഡീഷണൽ ആയിട്ട് ഫെസിലിറ്റിയോ കാര്യങ്ങളോ ഒന്നും നമ്മൾ എടുക്കുന്നില്ല. ഈ ഒരു സിനാരിയോയിൽ അങ്ങനെ അഡീഷണൽ ആയിട്ട് ഫെസിലിറ്റി എടുക്കുന്നതായിട്ട് ഒന്നും പറയുന്നില്ല. ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ ഫുൾ കപ്പാസിറ്റിയിലാണ് എടുക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനാണ് ഒരു ഷോപ്പ് നടത്തുന്നത്. ഓക്കെ, എൻ്റെ 1000 യൂണിറ്റ്സ് ആണ് മാക്സിമം കപ്പാസിറ്റി. 1000 യൂണിറ്റ്സിന് ഡിമാൻഡ് ഉണ്ട് മാർക്കറ്റിൽ. ഓക്കെ, ഞാൻ എന്താ ചെയ്യുക? എനിക്കൊരു 300 യൂണിറ്റ്സ് അഡീഷണൽ ആയിട്ട് ഒരാൾ ഓർഡർ തന്നാൽ ഈ 300 യൂണിറ്റ്സ് ഓൾറെഡി സെല്ല് ചെയ്യുന്ന പ്രൈസിനാണ് എന്നുണ്ടെങ്കിൽ ആ 300 യൂണിറ്റ്സ് അറ്റ് എ ടൈമിൽ തന്നെ ഞാൻ കൊടുക്കൂലേ? ഈ ഒരു മാക്സിമം എക്സ്റ്റേണൽ ഡിമാൻഡ് മീറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ അത്രയും ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് ഇന്ന് എൻ്റെ 1000 യൂണിറ്റ്സ് ഇന്ന് വിറ്റ്, അതായത് 10 മണിക്കാണ് നോർമലി ഷോപ്പ് ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, 8 മണിക്ക് തന്നെ ഈ ഒരു 300 യൂണിറ്റ്സ് റിമൈനിങ് ആയിട്ടുള്ള 300 യൂണിറ്റ്സിന് ഒരാൾ ഓർഡർ തന്നാൽ ഞാൻ ആ 300 യൂണിറ്റ്സ് അയാൾക്ക് കൊടുത്തിട്ട് എനിക്ക് ഷോപ്പ് ക്ലോസ് ചെയ്ത് നേരത്തെ പോയിക്കൂടെ? ഓക്കെ, അതാണ് അവിടുത്തെ കാര്യം. ഓക്കെ, അങ്ങനെ ഒരു സിനാരിയോയിൽ ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ മിനിമം സെല്ലിംഗ് പ്രൈസ് എന്താണ്? നമ്മളുടെ ഓൾറെഡി ഉള്ള SP ആണ് എന്ന് മിനിമം സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, ആ ഒരു കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിനാരിയോ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പൊ നമ്മൾ 2 കേസ് പറഞ്ഞു. ഒന്നാമത്തെ കേസ് നമ്മൾ ഫുൾ കപ്പാസിറ്റിയിൽ അല്ലെങ്കിൽ എക്സ്ട്രാ കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ സർപ്ലസ് ആയിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്, ഐഡിയൽ കപ്പാസിറ്റി ഉണ്ട്, എക്സസ് കപ്പാസിറ്റി ഉണ്ട് എന്നൊക്കെ പറയും. ഓക്കെ, ഇത്രയും വേർഡുകൾ നിങ്ങൾ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ
ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ സർപ്ലസ് എന്നായിരിക്കാം, ഐഡിയൽ കപ്പാസിറ്റി എന്നൊക്കെ ആയിരിക്കാം. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് കൺഫ്യൂഷൻ ആവരുത്. അപ്പൊ ഇത്രയും കപ്പാസിറ്റി ഓൾറെഡി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും, നമ്മുടെ മിനിമം സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വേരിയബിൾ കോസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇനി ഫുൾ കപ്പാസിറ്റിയിലാണ് റൺ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളുടെ മിനിമം സെല്ലിംഗ് പ്രൈസ് എന്താണ്, നമ്മളുടെ കറന്റ് നമ്മൾ എന്താണോ നമ്മളുടെ സെല്ലിംഗ് പ്രൈസ് അത് തന്നെ ആയിരിക്കും. ഓക്കെ, അതൊന്ന് എഴുതിക്കേ, എത്ര എമൗണ്ട് എന്നുള്ളതൊന്ന് പറഞ്ഞേ. ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ, അതായത് ഈ ഒരു ക്വസ്റ്റ്യനിൽ ABC എന്താന്നുള്ളത് ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ കേട്ടോ, കിട്ടിയിട്ട്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ, മനസ്സിലാക്കി എടുത്താൽ. ഇവിടൊക്കെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഓരോ കൺസെപ്റ്റ് പറയുമ്പോഴും നമുക്ക് എന്താണ്, ഓരോ ഇമാജിനേഷൻ വേണം. ഓക്കെ, നിങ്ങളൊരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആ ഒരു സിനാരിയോ എന്താണ്, ആ ഒരു സിനാരിയോ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യും, ഒരു പിക്ചറായിട്ട് നിങ്ങൾക്ക് മൈൻഡിൽ വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഇതുപോലത്തുള്ള മാർജിനൽ അനാലിസിസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ കഴിഞ്ഞ വിൻഡോയിലൊക്കെ ഏറ്റവും കൂടുതൽ പാർട്ട് 2 ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഭാഗമാണ് എന്ത്, മാർജിനൽ അനാലിസിസ്. ഇപ്പോൾ CVP എടുത്തതിലേറെ ടൈം കൂടുതൽ വെച്ചിട്ട് എടുക്കുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അത്രയും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തിട്ടും അത്രയും സിനാരിയോസ് പറഞ്ഞിട്ട് എടുക്കുന്നത് ഈ ഒരു റീസൺ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു കാര്യം വൺ ടൈം സ്പെഷ്യൽ ഓർഡർ ആണ്, ഇതിങ്ങനെയാണ്, ഈ ഒരു ഇക്വേഷനും എഴുതി തന്നാൽ 4 ക്വസ്റ്റ്യനും ചെയ്താൽ ഈ ഒരു ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, കഴിഞ്ഞിട്ട് അടുത്തൊരു ടോപ്പിക്ക് പോവാം. പക്ഷെ അതിന് ഓരോ ദിവസവും മിനിമം ഒരു 2 ദിവസത്തെ ക്ലാസ് ഓരോ ടോപ്പിക്കിലും ഇതിൽ നിൽക്കുന്നതിന്റെ കാരണം തന്നെ ഇതാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതുപോലെ തന്നെ ഇനി വരാനുള്ള പ്രൈസിങ്ങും. ഓക്കെ, അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പ്രോപ്പറായിട്ട് നോട്ട് ചെയ്ത് കേട്ടോ. പിന്നെ ഇതിന്റെ പ്രോഫിറ്റ് നോക്കുമ്പോൾ നേരത്തെ കഴിഞ്ഞ സിനാരിയോ 1 നമ്മൾ എന്തായിരുന്നു, നമ്മളുടെ എക്സ്റ്റേണൽ ഡിമാൻഡ് എത്രയായിരുന്നു, 600 യൂണിറ്റ്സ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, സെയിൽസ് റവന്യൂ എങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നത്, 600 വെച്ചിട്ടാണ് സെല്ലിംഗ് പ്രൈസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിലെന്താണ്, 1000 ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോഫിറ്റ് നോക്കുമ്പോൾ ആ ഒരു ചേഞ്ച് അവിടെ ഉണ്ടാവും. ഒന്നും കൂടി പ്രോപ്പറായിട്ട് നോക്കിയിട്ട് മാത്രം എന്ത് ചെയ്യുക, ആ ഒരു ഇതിലുള്ള ബി ഫൈൻഡ് ചെയ്യുക കേട്ടോ, പ്രോഫിറ്റ് ആഫ്റ്റർ അക്സെപ്റ്റിംഗ് എന്നുള്ളത് ഫൈൻഡ് ചെയ്യുക. ഓക്കെ, ആ ഒരു ചേഞ്ച് അവിടെ വന്നിട്ടുണ്ടാവും നമ്മളുടെ എക്സ്റ്റേണൽ ഡിമാൻഡ് കൂടിയത് കൊണ്ട്. ഓക്കെ, 600 ഇൻക്രിമെന്റൽ ലോസ് ആണ്, 4900 ആണ് പ്രോഫിറ്റ് ആഫ്റ്റർ അക്സെപ്റ്റിംഗ്, റിജക്റ്റ് ആണ്. ഓക്കെ, ഗുഡ്. ആരാധനക്കും സിമിലർ ആയിട്ട് ആൻസർ കിട്ടിയിട്ടുണ്ടോ, എന്താ അവസ്ഥ? യെസ് സർ. ഓക്കെ, സിമിലർ തന്നെയല്ലേ കിട്ടിയത്. ഞാൻ ജസ്റ്റ് ഈ ഒരു സിനാരിയോ കൂടി നിങ്ങൾക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരും കേട്ടോ. നെക്സ്റ്റ് സിനാരിയോ മുതൽ നമ്മൾ കൂടുതലായിട്ട് ഡൗട്ട് ഉള്ളത് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുള്ളൂ. ഓക്കെ, ടൈം വളരെയധികം കുറവാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ പോകുന്നുള്ളൂ കേട്ടോ. ഇവിടെ അറ്റ് ഫുൾ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ആണ്. ഓക്കെ,
യൂട്ടിലൈസേഷൻ മിനിമം സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു കറന്റ്ലി മാർക്കറ്റിലുള്ള എന്താണ് മാർക്കറ്റ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയാം. ഓക്കെ, കറന്റ്ലി നമ്മൾ മാർക്കറ്റിൽ വിൽക്കുന്ന സെല്ലിംഗ് പ്രൈസ്, അതാണ് കേട്ടോ ഈ മാർക്കറ്റ് സെല്ലിംഗ് പ്രൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് 10. ഓക്കെ, ഇവിടെ നമ്മളോട് എന്താണ് ചോദിച്ചിട്ടുള്ളത്? അപ്പോൾ മിനിമം സെല്ലിംഗ് പ്രൈസ് ഏതാന്നുള്ളതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കി വെക്കേണ്ടത് കേട്ടോ. മിനിമം സെല്ലിംഗ് പ്രൈസ് ഏതാന്നുള്ളത് സ്പെഷ്യൽ എസ് പി മൈനസ് മിനിമം എസ് പി ഇൻറ്റു ഓർഡേർഡ് യൂണിറ്റ്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ് കിട്ടും ഇഫ് ഈ അക്സെപ്റ്റ്. ഓക്കെ, അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? ഓക്കെ, സ്പെഷ്യൽ എസ് പി അവർ പറഞ്ഞിട്ടുള്ളത് എത്രയായിരുന്നു? 8. നമുക്ക് മിനിമം എത്ര കൊടുക്കാൻ പറ്റുക? 10 ഇൻറ്റു എത്ര യൂണിറ്റ്സിനായിരുന്നു? 300 തന്നെയല്ലേ? 300 യൂണിറ്റ്സ്. ഓക്കെ, 300 യൂണിറ്റ്സ്. അപ്പോൾ 2 ഇൻറ്റു 300 600 മൈനസ് 600 ഇൻക്രിമെന്റൽ ലോസ് ഇഫ് ഈ അക്സെപ്റ്റ്. ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ റിജക്റ്റ് ചെയ്യും. ഓക്കെ, റിജക്റ്റ്. ഓക്കെ, ഇനി ബി. ഇതിൽ ബി എന്തായിരുന്നു? നമ്മൾ ഓൾറെഡി നമ്മളുടെ നിലവിലുള്ള പ്രോഫിറ്റ് എത്രയായിരുന്നു? 5500 അല്ലേ കിട്ടുന്നത്? 1000 വെച്ചിട്ട് ചെയ്യുമ്പോൾ 5500 അല്ലേ? മൈനസ് 600. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4900 ഇൻ 4900. ഓക്കെ, 4900 എന്ന് പറയും. ഓക്കെ, പ്രോഫിറ്റ് ഇഫ് ഈ അക്സെപ്റ്റ് ദിസ് ഓർഡർ. ഓക്കെ, ഈ ഓർഡർ അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാണ് പ്രോഫിറ്റ്. അപ്പം നിലവിലുള്ളത് തന്നെ എടുത്താൽ പോരെ? ഈ ഓർഡർ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് 5500 ആയിരുന്നു പ്രോഫിറ്റ്. ഓക്കെ, ഈ ഓർഡർ അക്സെപ്റ്റ് ചെയ്തതോടെ 4900 ആയി. ഓക്കെ, അതെന്താണ്? നമ്മളുടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നഷ്ടമാണ്. ഓക്കെ, ലോസ് ആണ്. എത്ര രൂപ നഷ്ടം? ഇൻക്രിമെന്റൽ ആയിട്ട് നമുക്ക് 600 രൂപ ലോസ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ്? ഈ ഓർഡർ നമ്മൾ റിജക്റ്റ് ചെയ്യും. ഓക്കെ, ഈ രീതിയിലാണ് അത് മനസ്സിലാക്കി എടുക്കേണ്ടത്. ഓക്കെ, സീൻ 3. മനസ്സിലാകാത്ത പ്രശ്നമില്ലല്ലോ? സ്പീഡായിട്ട് പോകുന്ന പോലെ ഉണ്ടോ? ഇല്ലല്ലോ? ഓക്കെ അല്ലേ? കുറച്ച് സ്പീഡാക്കി Yes. തന്നെയാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ ആരാധനക്കൊക്കെ? Yes, sir. ഓക്കെ, മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കണം. നിങ്ങൾ ഒന്നും സംസാരിക്കാതെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും നിങ്ങൾ ഓക്കെയാണ്, എല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്ത് പോകും. ഓക്കെ, മാക്സിമം കപ്പാസിറ്റി 1000 ആണ്. എക്സ്റ്റേണൽ ഡിമാൻഡ് 900 ആണ്. 900 യൂണിറ്റ്സ്. ഓക്കെ, അപ്പൊ എക്സസ് ആയിട്ട് വരുന്നത് 100 യൂണിറ്റ്സ്. എക്സസ് നേരത്തെ അതേ തന്നെ. സെല്ലിംഗ് പ്രൈസ് 10, വേരിയബിൾ കോസ്റ്റ് 4, കോൺട്രിബ്യൂഷൻ മാർജിന് 6, ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് 500. ഓക്കെ, സിമിലർ ക്വസ്റ്റ്യൻ തന്നെ. ഇനി അതിൽ അഡീഷണൽ ആയിട്ട് സ്പെഷ്യൽ ഓർഡർ 300 യൂണിറ്റ്സ് ആണ്. ഓക്കെ, കാൽക്കുലേറ്റ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെ. ഓക്കെ, അതൊന്ന് ചെയ്തേ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്പെഷ്യൽ പ്രൈസ് എത്ര എന്ന് പറഞ്ഞിട്ടില്ലല്ലോ അല്ലെ? ഈ കാൽക്കുലേഷനിൽ നമ്മൾ കുറച്ചൊന്ന് മാറ്റി വരുത്താം. നമുക്ക് ആദ്യം കിട്ടേണ്ടത് ഇതാണല്ലോ. ഓക്കെ, ഇതാദ്യം ഫൈൻഡ് ചെയ്തോ. ഓക്കെ, അതുപോലെ തന്നെ രണ്ടാമത്തത് ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ് ഈഫ് സ്പെഷ്യൽ പ്രൈസ്. 2 സ്പെഷ്യൽ പ്രൈസ് ഉണ്ട്. ഓക്കെ, 2 സ്പെഷ്യൽ പ്രൈസ് ഉണ്ട്.
ഒന്ന് 7 വെച്ചിട്ടും ഒന്ന് 8.5 വെച്ചിട്ടും. ഓക്കെ, രണ്ട് സിനാരിയോ ചെയ്ത് നോക്കുക. ഒന്ന് 7 വെച്ചിട്ടും ഒന്ന് 8.5 വെച്ചിട്ടും. സാർ അപ്പൊ നമുക്ക് മിനിമം സെല്ലിംഗ് പ്രൈസിൽ അങ്ങനെ രണ്ടെണ്ണം കൺസിഡർ ചെയ്യാവൂ? കാരണം നമ്മുടെ കയ്യിലുള്ള എക്സസിന് ഇതുപോലെ ഒരു മിനിമം പ്രൈസും പിന്നെ അപ്പൊ ഒരെണ്ണത്തിന് എന്തായിരിക്കും ചെയ്യാം? അങ്ങനെ. ഒന്ന് നമ്മളെ വേരിയബിൾ കോസ്റ്റ് പറഞ്ഞ പോലെ അതുവരെ നമുക്ക് ചെയ്യാം. വേരിയബിൾ എക്സസ് കോസ്റ്റ് ഉള്ളത് സർപ്ലസ് മിനിമം സെല്ലിംഗ് പ്രൈസ് വരെ ചെയ്യാം. ഇത് നമ്മൾ അങ്ങനെ ആണ് അതിൽ ചെയ്യുന്നത്. ഒന്ന് നമുക്ക് വേരിയബിൾ കോസ്റ്റ് വെച്ചിട്ട് അതായത് നേരത്തെ ഉള്ള എക്സസ് ഉണ്ടല്ലോ, എക്സസ് നമ്മൾ ഓക്കെ അപ്പൊ അത് നമ്മൾക്ക് മാക്സിമം വേരിയബിൾ കോസ്റ്റ് വരെ പോവാം. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഉള്ളതിന്റെ മിനിമം പ്രൈസ് കഴിഞ്ഞ സിനാരിയോയിൽ ചെയ്ത പോലെ പക്ഷേ ചെയ്യാമെന്ന് വെച്ചു. അപ്പോ ഇപ്പൊ മുബഷിറാണ് ബിസിനസ് നടത്തുന്നത്. ഓക്കെ, മുബഷിറ ബിസിനസ് നടത്തുമ്പോൾ ഇങ്ങനെ ഒരു ഓർഡറിന് വന്ന ഒരാളോട് ഇത്ര, അതായത് ഇപ്പം എക്സസ് എത്ര യൂണിറ്റ്സ്? 100 യൂണിറ്റ്സ്. 100 യൂണിറ്റ്സ് വരെ വേരിയബിൾ കോസ്റ്റിൽ തരാം, ബാക്കിയുള്ളത് നമ്മളുടെ സെല്ലിംഗ് പ്രൈസിൽ തരാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? റിയൽ ലൈഫ് സിനാരിയോയില് അങ്ങനെ നമ്മൾ കാണാറുണ്ട്. നമ്മൾ ഇത്ര എണ്ണം വേണമെങ്കിൽ നമ്മൾ ഈ റേറ്റിൽ തരാന്നുള്ള രീതിക്കുണ്ട്. ഞാൻ ചിന്തിച്ചതാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ഓർഡർ മിസ് ആവാതിരിക്കാൻ ആ എക്സസും കൂടെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം വേരിയബിൾ കോസ്റ്റിൽ തന്നെ ചെയ്യുന്ന പോലെ എങ്ങനെ, വേറെ എന്താ മാർഗം? ഇങ്ങനെ. നമ്മളൊരു ഒറ്റ മിനിമം സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു എമൗണ്ട് നമുക്ക് കണ്ടൂടെ? ഒരു യൂണിറ്റിന് എത്ര മിനിമം സെല്ലിംഗ് പ്രൈസ് കൊടുക്കാമെന്നുള്ളത്. 100 യൂണിറ്റ് എക്സസ് കപ്പാസിറ്റി ഉണ്ട്, 200 യൂണിറ്റ് നമ്മൾ സെപ്പറേറ്റ് തന്നെയാണ്. ഓക്കെ, എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് മിനിമം സെല്ലിംഗ് പ്രൈസ് ഫൈൻഡ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോ മുബഷിറ പറഞ്ഞതുപോലെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ് ഒക്കെ ഫൈൻഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ രണ്ടും സെപ്പറേറ്റ് ഫൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ആ രീതിയിൽ കൊടുക്കുക. പക്ഷെ മിനിമം സെല്ലിംഗ് പ്രൈസ് അപ്പൊ എന്താണ്? മിനിമം എത്രയാണ് കൊടുക്കുന്നു ചോദിച്ചാൽ എന്താ പറയാ? 100 യൂണിറ്റ്സ് വരെ 4 രൂപക്ക് കൊടുക്കും, റിമൈനിങ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ 10 രൂപയെ വേരിയബിൾ കൊടുക്കുള്ളൂ എന്ന് കോസ്റ്റിൽ പറയാൻ തന്നെ പറ്റുമോ? ആയിരിക്കും ചെയ്യുക. വേരിയബിൾ കോസ്റ്റിൽ എന്നിട്ട് നമുക്ക് ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ് എന്നുള്ള ഒരു ക്രൈറ്റീരിയ സെറ്റ് ചെയ്തിട്ട് അക്സെപ്റ്റ് പ്രൊജക്ട് വേരിയബിൾ കോസ്റ്റിൽ ചെയ്യും. കൊടുത്താൽ നഷ്ടല്ലേ? ഈ ഇതിലിപ്പോ 300 യൂണിറ്റ്സിൽ ഒരു 100 യൂണിറ്റ്സ് ഓക്കെയാണ്, 100 യൂണിറ്റ്സ് വേരിയബിൾ കോസ്റ്റിൽ കൊടുത്തു. ഓക്കെ, റിമൈനിങ് ആയിട്ടുള്ള 200 യൂണിറ്റ്സ് 10 രൂപക്ക് വാങ്ങാൻ ആളുകളുണ്ട്. ആ സിറ്റുവേഷനിൽ 4 രൂപക്ക് ഇയാൾക്ക് കൊടുക്കുമോ? 6 രൂപ പ്രോഫിറ്റ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഒരാൾ അങ്ങനെ ചെയ്യോ ബിസിനസ്? റിയൽ സിനാരിയോയിൽ ചിന്തിച്ചാൽ മതി. ഓക്കെ, ഒക്കെ റിയാലിറ്റിയിൽ ചിന്തിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ കൊടുക്കുമോ? എന്താണ് ആരാധനയുടെ ഒരു തോട്ട്സ് എന്താണ് പറഞ്ഞേ? സാർ അതെനിക്കറിയില്ല. വേരിയബിൾ കോസ്റ്റ് നമ്മൾ അതന്നെയല്ലേ എടുക്കുക. എന്ത് തോന്നുന്നു? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിനിമം സെല്ലിംഗ് പ്രൈസ് എത്ര? നമുക്കൊരു മിനിമം സെല്ലിംഗ് പ്രൈസ്, ഒരു സിംഗിൾ എമൗണ്ട്, ഒരു യൂണിറ്റിന് മിനിമം ഇത്ര വരും എന്നുള്ളത് പറയാൻ പറ്റുന്ന അങ്ങനെ ഒരു സിംഗിൾ ആൻസർ ആണ് എനിക്ക് വേണ്ടത്. ഓക്കെ, ഇതിന്റെ മിനിമം സെല്ലിംഗ് പ്രൈസ് ആണ് എനിക്ക് വേണ്ടത്. ഓക്കെ, ഐ ഡോണ്ട് നീഡ് ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ്, അല്ലെങ്കിൽ ടോട്ടൽ പ്രോഫിറ്റ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് എത്ര എന്നുള്ളതെന്ന് അറിയണ്ട. ഓക്കെ, അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പല രീതിയിലും ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൽ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് മിനിമം സെല്ലിംഗ് പ്രൈസ് എത്രയാണ്. ഓക്കെ, എന്തായിരിക്കും ഇതിന്റെ മിനിമം സെല്ലിംഗ് പ്രൈസ്? നിങ്ങൾക്ക് മിനിമം ഈ ഒരു ചപ്പാത്തിക്ക്, അതായത് 300 ചപ്പാത്തിക്കിലും ഒരു ചപ്പാത്തിക്ക് ഇത്ര റേറ്റ് എന്നുള്ളത് പറയാൻ എങ്ങനെ പറ്റും? അല്ലെങ്കിൽ 100 ചപ്പാത്തിക്ക് 4 രൂപയും 200 ചപ്പാത്തിക്ക് 10 രൂപയും എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ അത് റെഡി ആവുമോ? പറ, പറഞ്ഞേ, എന്താണ് തോന്നുന്നത്? സെല്ലിംഗ് നിങ്ങൾ പ്രൈസിൽ എന്തെങ്കിലും തന്നെ കൊടുക്കും. സെല്ലിംഗ് പ്രൈസിൽ കൊടുക്കും? കാരണം എക്സ്റ്റേണൽ ഡിമാൻഡ് ഒരു 90% മീറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ സെല്ലിംഗ് പ്രൈസിൽ കൊടുക്കുന്നതുകൊണ്ട് നമ്മളുടെ മിനിമം അയാള് കൊടുക്കാൻ തയ്യാറായിട്ടുള്ള 2 ഓപ്ഷൻസ് നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അതായത് ഒന്നെങ്കിൽ സ്പെഷ്യൽ പ്രൈസ് 7,
ഓക്കെ, അല്ലെങ്കിൽ സ്പെഷ്യൽ പ്രൈസ് 8.5. അങ്ങനെ രണ്ട് ഇതിന്റെ രീതിയിൽ നിങ്ങളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, അതാണ് എന്ത് അയാൾ എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ്. ഓക്കെ, അയാൾ 7ലാണ് എന്നുണ്ടെങ്കിൽ അയാൾ എന്താണ് അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ 7ൽ കുറഞ്ഞതാണ്, കുറഞ്ഞ എമൗണ്ടിലാണെന്നുണ്ടെങ്കിൽ അയാൾ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അയാളൊരു കേസിൽ, അതായത് കസ്റ്റമറിന്റെ POVയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7 ആണ് എന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, അല്ലെങ്കിൽ 7ൽ കുറഞ്ഞൊരു എമൗണ്ടിൽ ഓക്കെയാണ്. ഓക്കെ, പക്ഷെ നമ്മളുടെ ബിസിനസിന്റെ ഒരു കേസിൽ എത്ര ആയിരിക്കും മിനിമം സെല്ലിംഗ് പ്രൈസ്? അപ്പൊ അയാളോട് പറയാൻ പറ്റുമോ നിങ്ങൾക്കൊരു 100 യൂണിറ്റ്സേ തരുള്ളൂ, 100 യൂണിറ്റ്സ് 4 രൂപക്ക് തരാം? 8.5. എങ്ങനെ 8.5? നമ്മൾ ബിസിനസ് എന്നുള്ള രീതിക്ക് മാക്സിമം പ്രോഫിറ്റ് മാക്സിമം പ്രോഫിറ്റ്? കൂടുതൽ. മാക്സിമം പ്രോഫിറ്റ് എടുക്കാൻ പറ്റാണ് എന്നുണ്ടെങ്കിൽ അയാളില്ലേ, ഒരു മിനിറ്റ്, ആ ഒരു കസ്റ്റമർ അയാൾക്ക് 7 രൂപയിലേറെ അയാൾ അതിൽ ചെലവാക്കൂല. ഓക്കെ, നമ്മളെ നാട്ടിലൊക്കെ ചപ്പാത്തി കമ്പനി വരിക്ക് ചപ്പാത്തി കമ്പനിയാണ്, ചപ്പാത്തി കമ്പനി ടർഫ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സിനാരിയോയില് അയാൾ അങ്ങനെ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളടുത്ത് 7 റുപ്പീസിന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആൾട്ടർനേറ്റീവ് ചോയ്സ് അയാൾക്കുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? മാർക്കറ്റ് പ്രൈസ് മാർക്കറ്റ് പ്രൈസ് ആണ് 10. ഓക്കെ, മാർക്കറ്റ് പ്രൈസിൽ മാർക്കറ്റ് പ്രൈസിൽ കൊടുക്കുന്ന പറയുന്നത്. ഡിസ്കൗണ്ട്. ആദ്യം വേരിയബിൾ കോസ്റ്റിൽ അതെ. കൊടുക്കുന്നു പറഞ്ഞു, അപ്പൊ നഷ്ടത്തിലാവൂലേ എന്ന് ഇല്ല, ചോദിച്ചപ്പോ മാർക്കറ്റ് അല്ല പ്രൈസിൽ കൊടുക്കുന്നുണ്ട്. സാറ് നമ്മള് കസ്റ്റമറുടെ POV നോക്കും, അല്ലെ നമ്മള് ബിസിനസിന്റെ POV, പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ കോമ്പറ്റീഷൻ POV ഒക്കെ നോക്കുമ്പോ മാർക്കറ്റ് പ്രൈസിൽ കിട്ടില്ല. കാരണം ഓക്കെ, എക്സ്റ്റേണൽ ഡിമാൻഡ് അത്യാവശ്യം മീറ്റ് ചെയ്തതുകൊണ്ട്. ഓക്കെ, ആരാധനക്ക് എന്തെങ്കിലും പറയാം? ഞാൻ സാർ പറഞ്ഞോളൂ. എന്തെങ്കിലുമൊക്കെ ചിന്തിക്കേ, ആ ബ്രെയിനൊക്കെ ഒന്ന് പ്രവർത്തിക്കട്ടെ. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾ ഇങ്ങനെ ഒരു സിനാരിയോയില് ഒരു ഷോപ്പ് റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? മാക്സിമം എല്ലാ ബിസിനസ് ചെയ്യുന്ന ആളുകളും എന്താ ചെയ്യുക? മാക്സിമം എല്ലാ ബിസിനസ് ചെയ്യുന്ന ആളുകളും കസ്റ്റമർ അടുത്തുനിന്ന് ആ ഓർഡർ എങ്ങനെയെങ്കിലും എടുക്കാനാ നോക്കുക. ഓക്കെ, അതെന്താണ്, അത് അഡീഷണൽ ആയിട്ടുള്ള ഒരു ഗെയിൻ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു പുതുതായിട്ടുള്ള ഒരു കസ്റ്റമർ ആയതുകൊണ്ട് ആ ഒരു കസ്റ്റമർ നമുക്ക് എന്ത് ചെയ്യും, പിന്നീടും വരാനുള്ള ഫ്യൂച്ചറിൽ ആ കസ്റ്റമറെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോ ആ ഒരു കസ്റ്റമർ നമ്മൾ എന്ത് ചെയ്യും, വാല്യൂ ചെയ്യും. ഓക്കെ, അപ്പോ എന്തായിരിക്കും അവിടെ ഒരു സിറ്റുവേഷൻ എന്നുള്ളതോ? ഓക്കെ, നിങ്ങൾക്ക് ഇതിന്റെ ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ്, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആഫ്റ്റർ, ഇതൊക്കെ ഒന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റുമോ? മിനിമം SP-ലല്ലേ ബുദ്ധിമുട്ട്? അതൊന്ന് ഫൈൻഡ് ചെയ്തേ, അത് കറക്റ്റ് ആണോ നോക്കാം. ഓക്കെ, അത് കറക്റ്റ് ആണോ നോക്കാം. സർ പറഞ്ഞോളൂ.
കോൺട്രിബ്യൂഷൻ മാർജിന്റെ പ്രൈസ് കൺസിഡർ ചെയ്യാൻ പറ്റും. ലൈക്ക് അതായത് കോൺട്രിബ്യൂഷൻ മാർജിൻ 6. സിക്സോ ആ എന്താ ഇത് പറ്റുമോ? എന്താണ് അവസ്ഥ? പക്ഷേ ചോദിച്ചത് സാറോട് ഡൗട്ട് ചോദിച്ചത്. 100 അതായത് യൂണിറ്റ്സിന് നമ്മള് 100 യൂണിറ്റ്സ് നമ്മളെ മാർക്കറ്റ് പ്രൈസ്, ബാക്കിയുള്ളത് നമ്മള് കോൺട്രിബ്യൂഷൻ മാർജിന്റെ ഇങ്ങനെ ചെയ്യുന്നു. പക്ഷേ എന്റെ ചോദ്യം എന്താ അറിയോ, ഈ 200 യൂണിറ്റ്സിനാണ് മുബശ്ശിർ അത് പറ്റുമോ ചോദിക്കുന്നത്. ഓക്കെ അല്ലേ? ആ അതെ. ഈ 200 യൂണിറ്റ്സ് മാർക്കറ്റിൽ, അതായത് ഇയാൾ വാങ്ങിയിട്ടില്ലെങ്കിൽ കുറച്ച് യൂണിറ്റ്സ് ആയിട്ട് 10 രൂപ കൊടുത്തിട്ട് വാങ്ങാൻ ആളുകളുണ്ട്. ഓക്കെ, എന്തായാലും അത് വിറ്റുപോകും. ഓക്കെ, കാരണം എക്സ്റ്റേണൽ ഡിമാൻഡ് ഉണ്ട്. അപ്പൊ 10 രൂപക്ക് കൊടുക്കേണ്ട സാധനം 4 രൂപ പ്രോഫിറ്റ് പെർ യൂണിറ്റിൽ പ്രോഫിറ്റ് ഒഴിവാക്കിയിട്ട് ഇയാള് ഒരു ബിസിനസ് ചെയ്യോ? ചെയ്യാം. നമുക്ക് സ്പെഷ്യൽ ഓർഡേഴ്സ് വൺ ടൈം അല്ലേ, ഞാന് അപ്പൊ ചെയ്യാം. ഞാനിപ്പോ എങ്ങനെ ബിസിനസ് ചെയ്യുന്ന പറഞ്ഞത്? എനിക്ക് പ്രോഫിറ്റേ വേണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ബിസിനസ് ചെയ്യുന്ന മുബശ്ശിറ പറയുന്നത്. ഈ ഒരു സിനാരിയോ വന്നാൽ ഞാൻ അയാൾക്ക് അങ്ങ് കൊടുക്കുന്നു ഒരു 300 യൂണിറ്റ്സ് അല്ലേ? രണ്ടായിട്ട് കൺസിഡർ ചെയ്യും. 100 വന്നിട്ട് മാർക്കറ്റ് പ്രൈസിലും ബാക്കിയുള്ള ഇത് മാർക്കറ്റ് വന്നിട്ട് പ്രൈസ് അല്ല, കുറച്ച് വേരിയബിൾ നമുക്ക് കോസ്റ്റില്. അങ്ങോട്ടും ഓക്കെ, ഇങ്ങോട്ടും. അതല്ല ഉദ്ദേശിച്ചത്. 100 വേരിയബിൾ കോസ്റ്റിലല്ല ഉദ്ദേശിച്ചത്. അല്ല, 10 100 യൂണിറ്റ്സ് 10 കൊടുക്കും, ആ റിമൈനിങ് 6 കൊടുക്കും. 200 ഫിക്സ് കോൺട്രിബ്യൂഷൻ മാർജിൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിനിമം എസ് പി എന്താവും? രണ്ടായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂല. രണ്ടെണ്ണമായിട്ട് കണ്ടിട്ട് 2 ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യാം. അതിന് കിട്ടുന്ന ആൻസറിനെ വെച്ച് ഡിവൈഡ് ചെയ്തൂടെ? അപ്പൊ ഒന്നിന്റെ എസ് പി കിട്ടൂലേ? അതെ. ഓക്കെ. പക്ഷെ അത് ഏതൊക്കെ എമൗണ്ട് എടുത്തിട്ട് അങ്ങനെ ചെയ്യാം? കോൺട്രിബ്യൂഷൻ 100 മാർജിനൊക്കെ ഇപ്പൊ into എവിടുന്നാ 10. വന്നേ? ഇതിലിങ്ങനെ കിടന്ന് നോക്കിയപ്പോ ഇനിയിപ്പോ ഇതിലുള്ളത് 6 ആണ്. ആ TFC പറയാഞ്ഞത് നന്നായി. ഇനി അതും കൂടി അവിടെ ബാക്കിയുള്ളൂ. ഓക്കെ, സർ 300 യൂണിറ്റ് വെച്ചിട്ടാ നോക്കുക. ആ മൊത്തത്തില് 300 യൂണിറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താ ചെയ്യാ? 300 യൂണിറ്റ് ഇൻറ്റു 4 അങ്ങനെ. അല്ല, പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ല. ഓക്കെ, അതായത് നമ്മളടുത്ത് എക്സസ് കപ്പാസിറ്റി എത്രയുണ്ട്? എക്സസ് ആയിട്ടുള്ള കപ്പാസിറ്റി എത്രയുണ്ട്? 100 യൂണിറ്റ്സ് ഉണ്ട്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? ഈ 100 യൂണിറ്റ്സ് എന്തിൽ പോവും? വേരിയബിൾ കോസ്റ്റിൽ പോവും. റിമൈനിങ് ആയിട്ടുള്ള 200 യൂണിറ്റ്സ് നമ്മളുടെ സെല്ലിംഗ് പ്രൈസിൽ പോവും. എന്നിട്ട് ഈ 400 ഇവിടെ കിട്ടും. 10 into 200, 2000. ഇതിന്റെ ടോട്ടല് 2400 ഡിവൈഡഡ് ബൈ 300. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 8 ആയിട്ടുള്ള മിനിമം സെല്ലിംഗ് പ്രൈസ് കിട്ടും. ഓക്കെ, ഇത് നിങ്ങൾ പറയാനും വേണ്ടിയിട്ടാണ് ഞാൻ നിന്നത്. ഓക്കെ, എന്നിട്ട് അല്ല, പ്രവർത്തിപ്പിക്കണം സാർ കുറച്ച്. പറഞ്ഞില്ലേ 7ന്റെ മേലേക്ക് പോകൂല എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ഒരു 7ന്റെ ഇത് മേലേക്ക് പറഞ്ഞില്ലായിരുന്നു പോകൂല സാറ്? എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഒരു മിനിറ്റ്. 7ന്റെ മേലേക്ക് ഈ കസ്റ്റമർ എന്ത് ചെയ്യൂല? അക്സെപ്റ്റ് ചെയ്യൂല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വില്ലിങ് അല്ല. ഓക്കെ, അയാൾ എന്താണ്? അയാൾ മാക്സിമം കൊടുക്കുന്നത് എന്താണ്? 7 വരെ അയാൾ കൊടുക്കുള്ളൂ. ഓക്കെ, നമ്മള് ഒരു കമ്പനീന്റെ POVയിൽ എന്താണ്? നമുക്ക് മിനിമം 8 രൂപയെങ്കിലും കിട്ടണം. ഈ ഒരു സിനാരിയോ വെച്ചിട്ട്, ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്ത രൂപത്തിൽ വെച്ചിട്ട്. ഓക്കെ, മിനിമം 8 രൂപയെങ്കിലും കിട്ടണം. ഓക്കെ, ഇനി രണ്ടിന്റെയും ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ് ഫൈൻഡ് ചെയ്ത് A, B. അതായത് ഈ രണ്ടിന്റെയും 7 വെച്ചിട്ടും 8.5 വെച്ചിട്ടും ഒരു മിനിമം സെല്ലിംഗ് പ്രൈസ് കിട്ടിയില്ലേ? അത് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം? സെല്ലിംഗ് പ്രൈസ്, സ്പെഷ്യൽ പ്രൈസ് മൈനസ് എന്താണ്? മിനിമം SP ഇൻറ്റു ഓർഡർഡ് യൂണിറ്റ്സ്. ഓക്കെ, അത് ചെയ്താൽ കിട്ടും. കൺഫ്യൂഷൻ ആയില്ലല്ലോ? ആരാധന ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ ആയോ? സാർ എനിക്ക് ആ 100 എങ്ങനെ 100 ഒന്ന് എങ്ങനെ? പറഞ്ഞുതരാം ഒന്നുകൂടെ. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞുതരാം.
അതെന്താ ചോദിക്കാത്ത? ഓക്കെ, മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്ക്. ഓക്കെ, എന്റെ ആവശ്യമില്ലല്ലോ നിങ്ങൾ പഠിക്കേണ്ടത്, നിങ്ങളുടെ ആവശ്യമല്ലേ? ഓക്കെ, ചോദിക്കൂട്ടാ. ഓക്കെ, അതായത് ഈ 100 എക്സസ് ആയിട്ട് നമുക്ക് എത്ര കപ്പാസിറ്റി ഉണ്ട്? നമ്മൾ ഡിമാൻഡ് 900 ഉള്ളൂ, നമുക്ക് എക്സസ് ആയിട്ട് 100 കൂടി കപ്പാസിറ്റി വരുന്നുണ്ട്, പക്ഷെ നമുക്കതിനുള്ള ഡിമാൻഡ് ഇല്ല. ഓക്കെ, അപ്പൊ ഇയാളുടെ ഓർഡറിൽ നമുക്ക് 100 യൂണിറ്റ്സ് എന്തിന് പോവാം? വേരിയബിൾ കോസ്റ്റിൽ കൊടുത്താൽ മതി. അതെന്താണ്? അത് നമുക്ക് പ്രോഫിറ്റ് ആണ്. കാരണം ഈ ഒരു 100 യൂണിറ്റ്സ് നമ്മൾ വിറ്റിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടൂല? എന്ത് കിട്ടൂല? നമുക്ക് ഈ ഓർഡർ ഇല്ലെങ്കിൽ നമുക്ക് ഈ 100 യൂണിറ്റ് നമുക്ക് സെയിൽ ഉണ്ടാവില്ല. ഓക്കെ, നമ്മൾ ഈ 100 യൂണിറ്റ് ഉണ്ടാക്കിയാൽ അതെന്താവും? വേസ്റ്റ് ആവും. ഓക്കെ, അതാണ് ഈ എക്സസ് കപ്പാസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതൊരു പ്രത്യേക ഓർഡർ ഒന്നും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? അങ്ങോട്ട് ഉണ്ടാക്കാൻ പറ്റൂല. അതെന്താവും? ലോസ് ആയി മാറും. ഓക്കെ, അത് വിറ്റ് പോകില്ല, കാരണം മാർക്കറ്റിൽ അതിന് ഡിമാൻഡ് ഇല്ല. ഓക്കെ, പക്ഷേ ഇയാളെ ഈ സ്പെഷ്യൽ ഓർഡറിൽ നമുക്ക് ഈ 100 യൂണിറ്റ് എന്തിൽ പോവാം? വേരിയബിൾ കോസ്റ്റിൽ പോവാം. ഓക്കെ, അപ്പൊ അത്രയും നമുക്ക് എന്ത് ചെയ്യാം? കോസ്റ്റ് കട്ട് ഓഫ് ചെയ്യാം. ഓക്കെ, മിനിമം സെല്ലിംഗ് പ്രൈസ് അത്രയും കുറച്ച് പറയാൻ പറ്റും. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു 200 യൂണിറ്റ് പുറത്ത് ഇയാൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു 200 യൂണിറ്റ് നമുക്ക് പുറത്ത് വിൽക്കാം. എത്ര രൂപക്ക്? 10 രൂപക്ക്. ഓക്കെ, 10 രൂപക്ക് വിൽക്കാൻ പറ്റും, ഇയാൾ എടുത്തിട്ടില്ലെങ്കിലും. പറ. ആ ഇപ്പൊ മനസ്സിലായി. മനസ്സിലായി? ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ ഇയാൾക്ക് നമുക്ക് എന്താ വേണ്ടത്? ഇയാൾ ഓർഡർ, അതായത് അയാൾക്കും നമുക്കും പറ്റിയൊരു എന്ത് ചെയ്യണം? ഒരു ബ്രേക്ക് ഈവൻ ആയിട്ടുള്ള ഒരു മിനിമം SP നമുക്ക് വേണം, അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് പ്രൈസ് അവർക്കും പറ്റുന്നത് നമുക്കും പറ്റുന്നതായിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രൈസ് നമുക്ക് വേണം. ഓക്കെ, അത് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്? ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, സ്പെഷ്യൽ പ്രൈസ് 7 ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം എത്ര രൂപ വരെ, അതായത് മിനിമം നമുക്ക് മിനിമം ഇതെങ്കിലും കിട്ടണം. ഓക്കെ, മിനിമം ഇതെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം? കിട്ടണം. ഈ 8 എന്നുള്ളത് നമുക്ക് മിനിമം അതെങ്കിലും കിട്ടണം. ഓക്കെ, കറക്റ്റാ ആരാധന? കറക്റ്റാണ്. ഓക്കെ, ഗുഡ്. ഓക്കെ, എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ മുബഷിറ? Yes. 7 എത്ര കിട്ടിയത്? 7 വെച്ചിട്ട് ചെയ്തിട്ട് ഇൻക്രിമെന്റൽ ലോസ് ആണോ പ്രോഫിറ്റ് ആണോ? അയച്ചിട്ടുണ്ട് സർ. അയച്ചിട്ടുണ്ടോ? ഇൻക്രിമെന്റൽ ലോസ് 7 വെച്ചിട്ട് ചെയ്തത് തെറ്റാണ്. 8.5 വെച്ചിട്ട് ചെയ്തത് കറക്റ്റ് ആണ്. അതെന്ത് പറ്റി? ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കിയേ. അതെങ്ങനെ നെഗറ്റീവ് 100 കിട്ടുന്നേ? (1×300) അല്ലേ വരുന്നേ? -1×300. ഓക്കെ, ഇൻക്രിമെന്റൽ ലോസ്. ഇൻക്രിമെന്റൽ ലോസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ ഈ 7 എന്ന് പറയുന്ന സ്പെഷ്യൽ പ്രൈസിലാണ് ഓർഡർ വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യും. ഓക്കെ, ബ്രാക്കറ്റിലോ അല്ലെങ്കിൽ അവിടെ എഴുതി വെക്കുക, റിജക്റ്റ് ചെയ്യും. 8.5 എന്നുള്ള സെല്ലിംഗ് പ്രൈസിലാണ്, സ്പെഷ്യൽ പ്രൈസിലാണ് അവര് പറയുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ ഇതിന്റെ ഡിഫറൻസ്? ഓക്കെ, ഒന്നും കൂടി പറയാം. ഓക്കെ, നമ്മൾ 1 ടൈം സ്പെഷ്യൽ ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇപ്പൊ പഠിക്കുന്നത്. 1 ടൈം സ്പെഷ്യൽ ഓർഡറിൽ 3 സിനാരിയോസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളി കപ്പാസിറ്റി, അതായത് എക്സസ് ആയിട്ടുള്ള കപ്പാസിറ്റി വരുന്ന സിറ്റുവേഷൻ. ഓക്കെ, പിന്നെ ഒരു സിറ്റുവേഷൻ എന്താ പറഞ്ഞത്? ഒരു കപ്പാസിറ്റി എക്സസ് ആയിട്ട് ഒരു കപ്പാസിറ്റി ഇല്ല, 0 യൂണിറ്റിലാണ് എക്സസ് ആയിട്ടുള്ള കപ്പാസിറ്റി, ഒരു കപ്പാസിറ്റിയും എക്സസ് ആയിട്ടില്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് റേറ്റിനാ കൊടുക്കുക എന്നുള്ളത് പറഞ്ഞു. ഓക്കെ, പിന്നീട് മൂന്നാമത്തെ സിനാരിയോ എന്താണ്? കുറച്ച് എക്സസ് കപ്പാസിറ്റി ഉണ്ട്, പക്ഷേ നമ്മൾ സ്പെഷ്യൽ ഓർഡറിന് വന്ന യൂണിറ്റ്സ് എക്സസ് കപ്പാസിറ്റിനേക്കാളും കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മിനിമം സെല്ലിംഗ് പ്രൈസ് അതിനെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അക്സെപ്റ്റ് ചെയ്യോ റിജക്ട് ചെയ്യോ എന്നുള്ള ക്രൈറ്റീരിയ നമ്മൾ എന്ത് ചെയ്യുക? എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ 3 സിനാരിയോസും പ്രോപ്പർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടോ? ഈ ഒരു കാര്യം ഞാൻ എഴുതി തരണോ? വേണോ? ചെറിയ നോട്ട് പോലെ തരുമോ? ലൈക്ക് അതായത് 3ന്റെ. നമ്മുടെ എക്സസ് ഉള്ളത് വേരിയബിൾ കോസ്റ്റിൽ കൊടുക്കുക, അത് കഴിഞ്ഞിട്ടുള്ളത് മാർക്കറ്റ് പ്രൈസ്. അതാണ് ഈ അതെ അതെ എഴുതിയുള്ളത് അതെ സർ. അതെ അതെ, ഒന്ന് എഴുതി തരാം. ഓക്കെ, ഈ ഒരു ഇതിന്റെ ആൻസർ ആട്ടോ എഴുതുന്നത്. സിനാരിയോസ് ഇനിയും വരാനുണ്ട്. ഓക്കെ, ഓരോ സിനാരിയോസ് എന്താന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ,
ലാസ്റ്റ് എന്നിട്ട് എന്ത് ചെയ്താം, എക്സസ് കപ്പാസിറ്റി, ഫുൾ കപ്പാസിറ്റി, ഇങ്ങോട്ട് ഓരോന്നിന്റെ എന്താണ് മിനിമം സെല്ലിംഗ് പ്രൈസ് ആയിട്ട് എടുക്കേണ്ടത് എന്നുള്ളത് ലാസ്റ്റ് എഴുതി തരാം. ഓക്കെ, അതാ നല്ലത്. ഓക്കെ, ഇനിയും സിനാരിയോസ് പറയാനുണ്ട്. മിനിമം സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, ഇവിടെ മിനിമം സെല്ലിംഗ് പ്രൈസ് ആയിട്ട് എടുക്കുന്നത് രണ്ട് രീതിയിലാണ്. ഓക്കെ, രണ്ട് രീതിയിലാണ്. 100 യൂണിറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യും, 100 യൂണിറ്റ്സിനെ ഇൻറ്റു 4 ചെയ്തിട്ട് വേരിയബിൾ കോസ്റ്റിൽ എടുക്കും. കാരണം ഇതെന്താണ്, എക്സസ് കപ്പാസിറ്റി ഉള്ളൊരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, റിമൈനിങ് ആയിട്ടുള്ള 200 യൂണിറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യും, 200 യൂണിറ്റ്സിനെ ഇൻറ്റു 10 വെച്ചിട്ട് നമ്മൾ ചെയ്യും. ഓക്കെ, അതായത് 400 പ്ലസ് 2000. ഓക്കെ, 2000 പ്ലസ് 400, 2400. എന്നിട്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് വന്ന എന്ത്, എത്രയും യൂണിറ്റ്സിനെ വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, മിനിമം ആയിട്ടുള്ള എന്ത് കിട്ടും, മിനിമം സെല്ലിംഗ് പ്രൈസ് കിട്ടും. ഓക്കെ, മിനിമം സെല്ലിംഗ് പ്രൈസ്, മിനിമം സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, ഈ 8 ആണ് എന്ത്, നമ്മളുടെ മിനിമം സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, ഇനി നമ്മൾ എന്താ നോക്കുന്നത്, ഇൻക്രിമെന്റൽ. ഇപ്പൊ നമുക്ക് മിനിമം സെല്ലിംഗ് പ്രൈസ് കിട്ടി. ഇനി നമ്മൾ ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് നോക്കിയാൽ മതി. സ്പെഷ്യൽ പ്രൈസ് ആണ് ഈ 7, ഇവിടെ എഴുതിയിട്ടുള്ള 8 നമ്മളിപ്പോൾ ഫൈൻഡ് ചെയ്തിട്ടുള്ള മിനിമം സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, ഇൻറ്റു ഓർഡേർഡ് യൂണിറ്റ്സ്. ഓർഡേർഡ് യൂണിറ്റ്സ് എത്ര, 300 ഈസ് ഈക്വൽ ടു 300 ഈസ് ഈക്വൽ ടു മൈനസ് 300. ഇൻക്രിമെന്റൽ ലോസ് ആണ്, ലോസ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും. ഓക്കെ, ഇനി 8.5 മൈനസ് 8 ഇൻറ്റു 300. ഓക്കെ, 150. ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ആണ്, പ്രോഫിറ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ നോട്ടിൽ? Yes. ഓക്കെ, ഇനി അടുത്ത സിനാരിയോ. അടുത്തതിലോട്ട് പോട്ടെ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? Yes, sir. സീൻ 4. ഓക്കെ, കമ്പനി മാക്സിമം കപ്പാസിറ്റി 1000 തന്നെ. ഓക്കെ, മാക്സിമം കപ്പാസിറ്റി 1000 തന്നെയാണ്. എക്സ്റ്റേണൽ ഡിമാൻഡ്, എക്സ്റ്റേണൽ ഡിമാൻഡ് 750 ആണ്. ഓക്കെ, 750. ഓക്കെ, 750. അപ്പോ എക്സസ് എത്ര, എക്സസ് ഐഡിയൽ കപ്പാസിറ്റി, എക്സസ് കപ്പാസിറ്റി, അൺയൂസ്ഡ് കപ്പാസിറ്റി എന്നൊക്കെ പറയാം. ഓക്കെ, 250 യൂണിറ്റ്സ്. ഓക്കെ, പിന്നെ നേരത്തെ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. സെല്ലിംഗ് പ്രൈസ്, വേരിയബിൾ കോസ്റ്റ്, കോൺട്രിബ്യൂഷൻ മാർജിന്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. അത് ഇനി റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നില്ല. ഓക്കെ, ഇനി അഡീഷണൽ ആയിട്ട് തന്നത്, ഇഫ് സ്പെഷ്യൽ ഓർഡർ, സ്പെഷ്യൽ ഓർഡർ came for 400 യൂണിറ്റ്സ്. സ്പെഷ്യൽ ഓർഡർ 400 യൂണിറ്റ്സിനാണ്. ഒന്ന്, മിനിമം SP ഫൈൻഡ് ചെയ്യാം. 2, ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ് if special price, if special price is A, B. 8.75 അതുപോലെ തന്നെ 6. ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള സിമിലർ ആണ്. നിങ്ങൾക്ക് ഒന്നും കൂടി ആ ഒരു കൺഫ്യൂഷൻ തീർക്കാനും വേണ്ടിയിട്ടാട്ടോ ഈ ഒരു സിമിലർ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ നിന്ന് ഒന്ന് ചെയ്ത് നോക്കിയേ. ഒന്ന് ആൻസർ പറ.
എന്താ അവസ്ഥ, കിട്ടിയോ? ഒന്ന് അയച്ചിട്ടെ. ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് ഓക്കെ ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. തെറ്റിക്കരുത്. സിമിലർ ആയിട്ടുള്ള കൺസെപ്റ്റാണ് നിങ്ങൾ നേരത്തെ ചെയ്ത വാല്യൂവിൽ മാത്രമേ ഡിഫറൻസ് വരുള്ളൂ. ഇതിൽ പ്രോഫിറ്റ് കാണാനോ? വേണ്ടല്ലോ. ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ് ഈഫ് സ്പെഷ്യൽ പ്രൈസ് ഈസ് 8.756 അവിടെ എഴുതിയിട്ടുണ്ടല്ലോ സൈഡിൽ. ആരാധന കറക്റ്റ് ആണ്. മിനിമം എസ് പി കറക്റ്റ് ആണ് കേട്ടോ. മുബഷിറ കറക്റ്റ് ആണ്. ഓക്കെ, ഗുഡ്. ആരാധന ഒരു രണ്ട് ഇത് അയച്ചേ. ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ലോസ് രണ്ട് സെല്ലിംഗ് പ്രൈസിലും. എന്താ അയച്ചേ ആരാധന? ഇപ്പൊ എന്താ അയച്ചേ? 1900 സോറി സർ, അത് അല്ല, അത് മാറിപ്പോയത്. 1000ഉം പിന്നെ പ്രോഫിറ്റ് പിന്നെ -100. ഓക്കെ, കറക്റ്റാ. ഓക്കെ, ഗുഡ് 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 ഗുഡ്. ഞാൻ കൺസെപ്റ്റ് മനസ്സിലായിട്ടില്ല എന്ന് വിചാരിച്ചു. 1900 ഒക്കെ അയച്ചപ്പോ. ഓക്കെ ഓക്കെ. ഇനി അടുത്ത സീൻ. ഓക്കെ, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, സിമിലർ ആയിട്ടുള്ളത് തന്നെയാണ്, അതുകൊണ്ട് ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, സിമിലർ കൺസെപ്റ്റ് തന്നെയാണ്. ജസ്റ്റ് അതിന്റെ നമ്പേഴ്സ് ചേഞ്ച് ചെയ്തിട്ടു എന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എത്രാമത്തെ സീനാണ്? സീൻ 5 അല്ലേ? 5. സീൻ 5 ചപ്പാത്തി കമ്പനി തന്നെയാണ്. എക്സ്റ്റേണൽ ഡിമാൻഡ് നമ്മൾ ചേഞ്ച് ചെയ്യും, എക്സസ് കപ്പാസിറ്റി അപ്പം മാറും. ഓക്കെ, എക്സ്റ്റേണൽ ഡിമാൻഡ് 850 യൂണിറ്റ്സിന് 850 യൂണിറ്റ്സ്. ഓക്കെ, 850 യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ 150 യൂണിറ്റ്സിന്റെ എക്സസ് കപ്പാസിറ്റി ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ സെല്ലിംഗ് പ്രൈസ്, വേരിയബിൾ കോസ്റ്റ്, കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ്, ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ്, അത്ര ഡീറ്റെയിൽസ് അവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി വരുന്ന കാര്യം ശ്രദ്ധിക്കുക. Special order came for 600 units. 600 units of butter chapati. Okay, ബട്ടർ ചപ്പാത്തി. നമ്മുടെ അടുത്ത് നിലവിൽ നോർമൽ ചപ്പാത്തിയേ ഉള്ളൂ, പക്ഷെ ഇയാൾക്ക് 600 ബട്ടർ ചപ്പാത്തിയാണ് വേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ടോട്ടൽ കോസ്റ്റ് ഓഫ് ബട്ടർ വിൽ ബി
will be 960. Total capacity, total cost for butter. Okay, total cost for butter will be 960. Okay. അതായത് പുതിയൊരു സ്പെഷ്യൽ ഓർഡർ വന്നു, 600 യൂണിറ്റ്സിനാണ് സ്പെഷ്യൽ ഓർഡർ വന്നത്. 600 യൂണിറ്റ്സ് നോർമൽ ചപ്പാത്തിക്കല്ല, ബട്ടർ ചപ്പാത്തിക്കാണ്. ബട്ടറിന് എത്രയാണ് കോസ്റ്റ്? 960 ആണ് കോസ്റ്റ്. ഓക്കെ, അപ്പോൾ മിനിമം എസ് പി എത്ര? ഫൈൻഡ് മിനിമം എസ് പി. രണ്ട്, ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ഓർ ലോസ് if special SP is 9.5. 9.5 സ്പെഷ്യൽ പ്രൈസ് ആണ് എന്നുണ്ടെങ്കിൽ ഇൻക്രിമെന്റൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? 960 എന്നുള്ളത് 9.6 ആണോ? ഏത്? അല്ല, ടോട്ടൽ കോസ്റ്റ് ആണ്. ടോട്ടൽ കോസ്റ്റ് 960. ബട്ടറിന് 960 രൂപ. ഓക്കെ, ബട്ടറിന് കോസ്റ്റ് വരും. ഓക്കെ, ഓഫ് കോഴ്സ് നമ്മുടെ അടുത്ത് നോർമൽ ചപ്പാത്തി ഉള്ളൂ, ഇയാൾക്ക് വേണ്ടത് 600 ബട്ടർ ചപ്പാത്തിയാണ്. അപ്പോൾ ബട്ടർ എന്ത് ചെയ്യണം? നമ്മൾ അഡീഷണൽ വാങ്ങണം. ഓക്കെ, അതെന്താണ്? അത് അഡീഷണൽ ആയിട്ടുള്ള ഒരു വേരിയബിൾ കോസ്റ്റോ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള ഒരു ഫിക്സ്ഡ് കോസ്റ്റോ എനിക്ക് വേണ്ടത് മിനിമം എസ് പി. എന്താണ് മിനിമം എസ് പി? പറഞ്ഞേ, എന്തായിരിക്കും? അത് നിങ്ങളുടെ ഐഡിയാസ് ഒക്കെ ഒന്ന് കേൾക്കട്ടെ, എത്രത്തോളം നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അതിൽ തന്നെ വേറൊരു കാര്യമുണ്ട്. എക്സസ് കപ്പാസിറ്റി ആകെ 150 ഉള്ളൂ. 600 യൂണിറ്റ്സിന് നമുക്ക് എന്തുണ്ട്? എക്സസ് കപ്പാസിറ്റി ആകെ എത്ര ഉള്ളൂ? 150 യൂണിറ്റ്സ് അല്ലേ ഉള്ളൂ. അതില് നമുക്ക് ഓർഡർ എത്ര യൂണിറ്റ്സിന് വന്നേ? 600 യൂണിറ്റ്സിന് വന്നിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾ എങ്ങനെ ക്യാരി ചെയ്യില്ലെന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ നിങ്ങൾ പറഞ്ഞു പഠിച്ചു. ഓക്കെ, എനിക്ക് വേണ്ടത് ഈ 960 കോസ്റ്റ് എങ്ങനെയാണ് ഇതിൽ അത് കൊടുക്കോ? അത് ആഡ് ചെയ്യണോ വേണ്ടയോ? അത് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ട് 600 അല്ലെങ്കിൽ 150യുടെ ഇതിലേക്ക് എത്ര വെച്ചാൽ ആഡ് ചെയ്തിട്ട് ഈ കോസ്റ്റും കൂടെ ഇട്ടിട്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് സെല്ലിംഗ് പ്രൈസ് മിനിമം പ്രൈസ് കാണാം. ചെയ്ത് നോക്കിയേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയാണ് വരിക? ആരാധന ഇവിടെ പോയോ? ഇതിലുണ്ടോ? സാർ ഞാൻ ഇവിടെ ഉണ്ട്. എന്താണ് ഒന്നും പറയുന്നില്ല? രണ്ടാളോടും കൂടിയാ ചോദിച്ചത്. 0.625 പെർ യൂണിറ്റിന് കോസ്റ്റ് സ്പ്ലിറ്റ് ആക്കി കൊടുത്തിട്ട് പിന്നെ ഈ 150ക്ക് ഈ ഒരു കോസ്റ്റ് ആഡ് ചെയ്യുക. 150 into എനിക്ക് ഒരു മിനിമം എസ് പി additional എന്താന്ന് cost അറിയേണ്ടത്. എങ്ങനെ ചെയ്തോളൂ. ഓക്കെ, ആരാധനക്ക് എന്താ തോന്നുന്നത്? എങ്ങനെ ചെയ്താലേ കറക്റ്റ് ആയിട്ട് കിട്ടുക? ഒന്ന് പറഞ്ഞേ. ഞാനൊന്ന് നോക്കി നോക്കട്ടെ. ഓക്കെ, അപ്പൊ ഇത്ര നേരം നോക്കിയില്ലേ?
സാർ ഇതാണ് മിനിമം എസ് പി. നോക്കട്ടെ മിനിമം SP. അല്ല, ഇതിപ്പോ എങ്ങനെ ചെയ്ത്? 960 600 ഡിവൈഡ് ചെയ്തിട്ട് ഈച്ച് യൂണിറ്റിന് വേരിയബിൾ കോസ്റ്റ് വാട്ട് എവർ ആ കോസ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് 150 യൂണിറ്റ്സ് ഇൻറ്റു നമ്മൾ വേരിയബിൾ കോസ്റ്റിൽ ചെയ്യുമ്പോൾ ഈ ഒരു പെർ യൂണിറ്റ് കോസ്റ്റ് അതിൽ ആഡ് ചെയ്തു. അതുപോലെ പിന്നെ നമ്മൾ എക്സസ് വരുന്ന ബാക്കി 450 യൂണിറ്റ്സിന്റെ മാർക്കറ്റ് പ്രൈസിൽ കൊടുക്കുമ്പോൾ 10ന്റെ കൂടെ ഇതും അഗെയിൻ ആഡ് ചെയ്തു. എന്നിട്ട് പിന്നെ ടോട്ടൽ കണ്ടിട്ട് ഡിവൈഡഡ് ബൈ 600. ടോട്ടൽ ആഡ് ചെയ്താൽ പോരെ? 1 സംതിങ് അല്ലേ? 1.0 അല്ല ഞാൻ 1.6 ഒരു യൂണിറ്റിന് 0.625. 960 ഡിവൈഡ് ബൈ 600 ചെയ്തിട്ട് എത്ര കിട്ടുന്നത്? ആ സാർ 900 ഞാൻ എഴുതിയതിൽ മിസ്റ്റേക്ക് ഉണ്ട്. 900 എഴുതിക്കണം ഓക്കെ. അതോടെ നമുക്ക് 1 something ആണ് എനിക്ക് കിട്ടിയത്. എന്താ ചോദിച്ചത്? 1.6 ആ വരുന്നത്. അതെ. അപ്പൊ ഒന്നുകൂടി ആ ചെയ്ത് നോക്കി. ഞാൻ വിചാരിച്ചു ഈ 0 ഒക്കെ എവിടെ നിന്നാ വന്നത്. ഓക്കെ, അങ്ങനെ ഒരു ഇത് ഞാൻ ചെയ്തപ്പോ കണ്ടില്ല. സാർ നോക്കട്ടെ. കറക്റ്റ്. ഓക്കെ 960 എഴുതിയതിൽ 2 പൂജ്യം ആക്കിയിട്ട് ഇട്ട് അതിലാണ് സ്പ്ലിറ്റ് ചെയ്ത്. ഓക്കെ 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 900 ആക്കി അല്ലേ? 960 ഉള്ള. ആ ഓക്കെ. ഒരു 960 എന്നുള്ള 900 എഴുതിയതാ. അപ്പോ ക്വസ്റ്റ്യൻ നമ്പർ 2ന്റെ ഉത്തരം കൂടി ഫൈൻഡ് ചെയ്തോളൂ. അത് കണ്ടാൽ തന്നെ അറിയാം എന്താണ് അക്സെപ്റ്റ് ആണോ റിജക്റ്റ് ആണോ ചെയ്യല് എന്നുള്ളത്. ഓക്കെ, പിന്നെ എത്രയാണ് ആ എമൗണ്ട് എന്നുള്ളതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ആരാധന, എന്താ അവസ്ഥ പറഞ്ഞേ? സാർ 10 രൂപയുടെ മേലെ പോണുണ്ടോ പ്രൈസ് മിനിമം? ആ കുറച്ച് കുറച്ച് പോകുന്നുണ്ട്, ഒരുപാടൊന്നും പോകുന്നില്ല, കുറച്ച്. 10.10. 10.1. ഓക്കെ, കറക്റ്റ്. ഓക്കെ, ഇതൊന്ന് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ശ്രദ്ധിക്കട്ടോ. നിങ്ങൾ ചെയ്ത പോലെ ചിലപ്പോൾ ആ രീതിയിലല്ല ഞാൻ ചെയ്യാം. ഓക്കെ ഓക്കെ, ഒന്ന് നോക്കാം. ആ രീതിയിലാണെന്നുണ്ടെങ്കിൽ അതും കറക്റ്റാണ്. ഓക്കെ, ഏത് രീതിയിലാണെങ്കിലും ആൻസർ കിട്ടിയിട്ടുണ്ടല്ലോ. ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആവുമല്ലോ. ഓക്കെ, അപ്പോൾ നോക്കാം. നമ്മളെന്താണ് 150 യൂണിറ്റ്സിനാണ് എന്തുള്ളത്, എക്സസ് കപ്പാസിറ്റി ഉള്ളത്. ഓക്കെ, 150 യൂണിറ്റ്സിന് എക്സസ് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യും, വേരിയബിൾ കോസ്റ്റിൽ കൊടുക്കും. ഓക്കെ ഓക്കെ, അപ്പോൾ എത്ര കിട്ടുന്നത് 150 × 4 600. ഓക്കെ, അതുപോലെ തന്നെ റിമൈനിങ് ആയിട്ടുള്ള 450 യൂണിറ്റ്സ് നമ്മൾ എന്തിൽ കൊടുക്കും, എന്തിൽ കൊടുക്കും, സെല്ലിംഗ് പ്രൈസിൽ കൊടുക്കും. ഓക്കെ, 4500 അല്ലേ? പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് എന്ത് കോസ്റ്റാണ് വരുന്നത്, ബട്ടറിന്റെ കോസ്റ്റ് എത്ര, 960.
ടോട്ടൽ എത്ര കോസ്റ്റ് വരുന്നത്? 4500 പ്ലസ് 600 പ്ലസ് 960 ഈസ് ഈക്വൽ ടു 6060. ഓക്കെ, ഇതാണ് ടോട്ടൽ കോസ്റ്റ് വരുന്നത്. ഡിവൈഡഡ് ബൈ 600. ഡിവൈഡഡ് ബൈ 600. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10.1 എന്ന് കിട്ടും. ഇതാണെന്ത്? ഇതാണ് നമ്മളുടെ മിനിമം SP. ഓക്കെ ഓക്കെ, ഇത്രേ ഉള്ളൂ. നമുക്ക് വരുന്ന എല്ലാ കോസ്റ്റുകളും എന്തിനാ വെച്ച് ഡിവൈഡ് ചെയ്യുക? ഒരു യൂണിറ്റിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഫൈൻഡ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ സ്പെഷ്യൽ പ്രൈസ് എത്ര? സ്പെഷ്യൽ പ്രൈസ് മൈനസ് മിനിമം SP gives incremental profit or loss. സ്പെഷ്യൽ പ്രൈസ് 9.5 5 അല്ലേ? 9.5 അല്ലേ? മൈനസ് 10.1 gives. അതുപോലെ തന്നെ ഇതിൽ എന്തുണ്ട്? പോയി മറക്കുന്ന ഒരു സാധനമാണെന്ത്? ഓർഡറിങ് യൂണിറ്റ്സ് ഇൻറ്റു ordered units into 600. ഓക്കെ, എത്ര കിട്ടുന്നത്? 360 അല്ലേ? ഇൻക്രിമെന്റൽ അല്ലേ? ഇൻക്രിമെന്റൽ ലോസ് അല്ലേ കിട്ടുന്നത്? 9.5 Yes, മൈനസ് sir. 10.1 ഇൻറ്റു 600. 360 ലോസ്. നെഗറ്റീവ് ഫിഗർ ആണ്. കിട്ടിയിട്ടുണ്ടോ? സെറ്റ് അല്ലേ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Yes. ഇല്ല. അപ്പൊ ഈ ഒരു രീതിയിലും കൂടെ എന്ത് ചെയ്യാം? നിങ്ങൾ ഇതിനെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പല സിനാരിയോസ് നമ്മൾ പറയുന്നുണ്ട് കേട്ടാ. പല സിനാരിയോസ് നമ്മൾ പറയുന്നുണ്ട്. അപ്പോ അതൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഓക്കെ, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഒരു ക്വസ്റ്റ്യന് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. അപ്പോൾ അത് ഒന്ന് എന്ത് ചെയ്യുക? സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക. കാണുന്നുണ്ടോ? ഈ ക്വസ്റ്റ്യൻ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്തിട്ടുണ്ടോ? ആരാധന ചെയ്തിട്ടുണ്ടോ? Yes, sir. ഓക്കെ, ആ ക്വസ്റ്റ്യനിൽ വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്ന് നോക്കിയേ. ഒന്ന് വായിച്ചു നോക്കിയേ. അതുപോലെ തന്നെ ഇതും ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്യാം. ആ ക്വസ്റ്റ്യൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. ക്വസ്റ്റ്യൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഓക്കെ, എടുത്തോ? ആരാധന എടുത്തിട്ടുണ്ടോ? Yes, sir. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ ഒക്കെ വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ക്വസ്റ്റ്യൻ ഒക്കെ വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അടുത്തത് ഇതൊന്ന് എടുത്തു വെക്കുക മക്കളെ. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കണം. നെക്സ്റ്റ് ആണ്
ഈ ക്വസ്റ്റ്യനിൽ എന്താണ് ഫൈൻഡ് ചെയ്യാനുള്ളത്? മിനിമം എസ് പി ആണ് കേട്ടോ ഈ ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ചെയ്യാനുള്ളത്. ഈ ക്വസ്റ്റ്യനിൽ മിനിമം എസ് പി ആണ് ഫൈൻഡ് ചെയ്യാനുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3 ആയിട്ട് സെയിം സിനാരിയോയിലുള്ള ക്വസ്റ്റ്യൻ തന്നെ മിനിമം എസ് പി ആണ് ഫൈൻഡ് ചെയ്യാനുള്ളത്. എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? യെസ്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ അയച്ചു തരും. അല്ലെങ്കിൽ ഇതിൽ തന്നെ ഇപ്പൊ അത്യാവശ്യം ക്വസ്റ്റ്യൻ ആയില്ലേ, അത് നമുക്ക് നെക്സ്റ്റ് ഡേ വർക്കായിട്ട് തരാം. ഓക്കെ, അതാ നല്ലത്. ഇന്നിപ്പോൾ എല്ലാം കൂടി ആവുമ്പോൾ നിങ്ങൾക്കും ഭയങ്കര ഹെവി ആയിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ നാളെ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത് തരുന്നത്. പ്രോപ്പറായിട്ട് ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, അതുപോലെ തന്നെ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് തന്നിട്ട് നിങ്ങളെ പ്രഷർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ തന്നിട്ടുള്ളൂ, സിനാരിയോസ് ആണ് തന്നിട്ടുള്ളത്. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ കറന്റ്ലി തന്നിട്ടുള്ള സിനാരിയോസിൽ എവിടെയെങ്കിലും? ഓക്കെ ആണ്? യെസ്. ഓക്കെ, ഇതിൽ 2 പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ കട്ട്ലറ്റ് സമൂസയിൽ 2 പ്രൊഡക്റ്റ് ഒക്കെ തരുമ്പോഴുള്ള ഒരു സിനാരിയോ ഒക്കെയാണ് പറയുന്നത്. ഫൈൻഡ് ചെയ്ത് നോക്കുക. ഓക്കെ, എന്തായാലും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഫൈൻഡ് ചെയ്ത് നോക്കുക. അത്ര തന്നെ ഉള്ളൂ. ഓക്കെ, വേറെ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടോ? ഇന്നിപ്പോ നമ്മൾ എന്തൊക്കെയാ പഠിച്ചതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. നമ്മൾ എന്തൊക്കെയാ നോക്കി, ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്തേ. Accepting or rejecting. അക്സെപ്റ്റിംഗ് അതില് റിജക്ട്. കുറച്ച് എന്താണ് അക്സെപ്റ്റ് ചെയ്യുന്നത്? ഒക്കെ നമ്മൾ അക്സെപ്റ്റ് ആണോ റിജക്റ്റ് ആണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ കണ്ടിന്യൂ ആണോ? സ്പെഷ്യൽ ഓർഡേഴ്സ് ഓക്കെ, വരുമ്പോ സ്പെഷ്യൽ ഓർഡർ വരുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാണോ റിജക്റ്റ് ചെയ്യാണോ എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിൽ എത്ര സിനാരിയോസ് നമ്മൾ പറഞ്ഞു കറന്റ്ലി ഡിസ്കസ് ചെയ്ത്? 5 5 സിനാരിയോസ്. അതിൽ ഒരു സിനാരിയോ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്കൊന്ന് ഓക്കെ ആക്കാനും വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ മെയിൻലി പറഞ്ഞാല് വെറൈറ്റി ആയിട്ട് നമ്മൾ പറഞ്ഞത് 4 സിനാരിയോസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ചപ്പാത്തി കമ്പനിയുടെ ജസ്റ്റ് ഒരു 4 സിനാരിയോസ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് സിനാരിയോസ് ആണ് ഓൾറെഡി നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് തന്നിട്ടുള്ളത്. ഓക്കെ, അതായത് അയച്ചു തന്നിട്ടുള്ള 3 സിനാരിയോസ് അല്ലേ ഈ ഒരു സമൂസ കട്ട്ലറ്റ്? ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻസ് 3 സിനാരിയോസ് അതിൽ പറയുന്നുണ്ട്. അത് ഡുവൽ പ്രൊഡക്റ്റ് വരുമ്പോൾ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ എന്നുള്ള രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ജസ്റ്റ് ഒന്ന് വായിക്കുക. സിമിലർ ആയിട്ടുള്ള കൺസെപ്റ്റ് തന്നെയാണ്. ഏകദേശം എന്താണ് മിനിമം സെല്ലിംഗ് പ്രൈസ് എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ഈ തന്നിട്ടുള്ളത് മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക, ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ബാക്കി നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറെ എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ആഡ് ഓൺ ചെയ്യാനോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ.